السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بحق لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. وبحق إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صلى الله عليه وعلى آله وصحبه وسلم تسليما. سبحان ربك رب العزة عما يصفون، وسلام على المرسلين والحمد لله رب العالمين. ബഹുമാനപ്പെട്ട അധ്യക്ഷരെ, പണ്ഡിതന്മാരെ, നാട്ടിലെ ഉമറാക്കളെ, നേതാക്കളെ, ദീനിന്റെ ഗുണകാംക്ഷികളെ, ചെറുപ്പക്കാരെ, യുവസഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, ബഹുമാനമുള്ള സമസ്തയുടെയും കീഴ്ഘടകങ്ങളുടെയും പ്രവർത്തകരെ, നേതാക്കളെ, ബഹുമാനമുള്ള നാട്ടുകാർ, സഹോദര സഹോദരിമാരെ, അല്ലാഹു ഇതൊരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്നെല്ലാം സ്വീകരിക്കട്ടെ. ഇതിങ്ങനെ അഹോരാത്രം അധ്വാനിച്ച് ഒരു സംഘം ചെറുപ്പക്കാരും ബന്ധപ്പെട്ടവരും ഒരെണ്ണയാട്ട് യന്ത്രത്തിന്റെ ഉപകരണങ്ങളെ പോലെ ഒരു മനസ്സും ഒരു ശരീരം എന്നതുപോലെയും പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇത്രയേറെ മനോഹരമായ ഒരു സദസ്സ് ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും അല്ലാഹു വലിയ പദവിയും വലിയ റഹ്മത്തും മഗ്ഫിറത്തും ദീനിന്റെ കാലികമായ ജിഹാദിലേർപ്പെട്ടു ജിഹാദിൽ പങ്കെടുത്തവരുടെ ദറജയും അല്ലാഹു നൽകട്ടെ. അതാത് കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിന്റെ ജിഹാദുകളുണ്ട്. ദീനിനെ മനുഷ്യർ തെറ്റിദ്ധരിക്കുകയും ദീനല്ലാത്തതിനെ ദീനായി ധരിക്കുകയും ദീനിനെ ദീനല്ലാതെന്ന് വിചാരിച്ച് നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്ന ഏറ്റവും ബീഭത്സവും ഭയാനകവും ആയ ഒരു കാലഘട്ടത്തിൽ ഇത്തരം കർമ്മം ചെയ്യുന്ന ആളുകൾ സമുദായത്തിന് വേണ്ടി ചെയ്യുന്ന ജിഹാദാണ് ഈ പ്രവർത്തനം എന്നതിൽ രണ്ടഭിപ്രായം ഉണ്ടാവുകയില്ല.
അള്ളാഹുവിന് വേണ്ടിയുള്ള എല്ലാ ശ്രമവും ജിഹാദാണ്. ജിഹാദ് എന്നതിനർത്ഥം യുദ്ധം എന്നല്ല, ശ്രമം എന്നാണ്. ഖിതാൽ എന്നാണ് യുദ്ധം എന്ന വാക്കിനർത്ഥം. ഈ നടത്തുന്നതെല്ലാം റബ്ബിന് വേണ്ടിയുള്ള ജിഹാദാണ്. അള്ളാഹു അങ്ങനെ ഇത് അംഗീകരിക്കട്ടെ. ബഹുമാനപ്പെട്ട SKSS-ഉം SYS-ഉം എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമസ്തയുടെ കീഴ്ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കീഴ്ഘടകങ്ങളായ SYS, SKSSF, RJM, റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ, ഈ സംഘടനകളെല്ലാം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേവലം സംഘടനാപരമായ പ്രവർത്തനങ്ങളല്ല, അത് കേവലം സംഘടനകളുമല്ല. ഈ പ്രസ്ഥാനങ്ങൾ ഇവിടെ ചെയ്യുന്നത് ദീനാണ്. അതുകൊണ്ട് ആ പ്രസ്ഥാനങ്ങളെ സഹായിക്കേണ്ടതും അതിൻ്റെ കൂടെ നിൽക്കേണ്ടതും അതിൻ്റെ കീഴിൽ ഒരുമിച്ചു നിൽക്കേണ്ടതും കാലഘട്ടത്തിൻ്റെ ജിഹാദായി കണക്കാക്കപ്പെടേണ്ടതാണ്. അല്ലാഹു തആല എല്ലാവർക്കും വലിയ പ്രതിഫലം നൽകട്ടെ. ഞാൻ ഇവിടെ പ്രധാനപ്പെട്ട പ്രസംഗങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ദീർഘമായ ഒരാമുഖമൊന്നും പറഞ്ഞ് നീട്ടി സംസാരിക്കുന്നില്ല. നിങ്ങൾ മൊബൈൽ ഒന്നിരിക്കൽ ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് സൈലന്റിൽ വെച്ച് സഹകരിക്കുകയോ ചെയ്യണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. കറാമത്ത് കൊണ്ട് തരീമിൽ നിന്ന് ഹദർമൗത്തിൽ വരികയും ഹദർമൗത്തിൽ നിന്ന് മൗലദ് ദവീല തങ്ങളോടുകൂടെ കേരളത്തിൽ വരികയും മൗലദ് ദവീലയുടെ കൽപ്പന പ്രകാരം മമ്പാട് വരികയും ചെയ്ത മഹാനാണ് ഈ കിടക്കുന്നത്. അവരുടെ ചരിത്രപരമായ ഈ പ്രയാണത്തിന് 2 നൂറ്റാണ്ടിലേറെ കാലഘട്ടത്തിന്റെ ചരിത്രമുണ്ട് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. മമ്പാടിന്റെ ചരിത്രം എന്നത് മലയാളത്തിന് വിസ്മരിക്കാൻ കഴിയുകയില്ല. മമ്പാടിന്റെ ചരിത്രം എഴുതാതെ മലയാളത്തിനൊരു ചരിത്രം ഉണ്ടാവുകയില്ല. എത്രയേൽ മേൽ അതെല്ലാം തേച്ചുമാച്ച് കളയാനുള്ള ശ്രമങ്ങൾ നടന്നാലും മമ്പാടിന്റെ ചരിത്രം എന്നത് വല്ലാത്ത ചരിത്രമാണ്. ഈ കിടക്കുന്ന മഹാനാണ് മൗലദ് ദവീല ഖുത്ബുസ്സമാന്റെ പുത്രൻ സയ്യിദ് ഫളിലിന്റെ ഉസ്താദ്. ആ സയ്യിദ് ഫളിലിനെ പിന്നീട് ബ്രിട്ടീഷുകാർ തലവേദന കൊണ്ട് നാടുകടത്തി തുർക്കിയിലേക്ക്. ആ സയ്യിദ് ഫളിലിന് ഊർജം നൽകിയത് ഈ മഹാനാണ്. വളരെ ചെറുപ്പത്തിലെ മഹാനവർകൾ വഫാത്തായിട്ടുമുണ്ട്. റളിയല്ലാഹു അൻഹു. മൗലദ് ദവീല ഖുത്ബുസ്സമാൻ ഇവരുടെ ഉസ്താദാണ്. തരീമിൽ നിന്ന് തന്നെ മൗലദ് ദവീലയിൽ നിന്ന് ഇവർ ഇൽമു നേടിയിരുന്നു. പിന്നെ കേരളത്തിൽ വന്നും ഇൽമു നേടി. പിന്നെ മമ്പാട് പോയിരിക്കാൻ മൗലദ് ദവീല ഖുത്ബുസ്സമാൻ കൽപ്പിച്ചു 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. മലബാറിന്റെ ചരിത്രം ആ കാലഘട്ടത്തിന്റെ ചരിത്രം ത്രികോണാകൃതിയിലുള്ള ഒരു ചരിത്രമാണ്. ഈ കാലഘട്ടത്തിലാണ് സുമാത്രയിൽ നിന്ന് അൽ ഖുത്ബ് സയ്യിദ് ജമലുല്ലയിൽ കടലുണ്ടിയിൽ വരുന്നത്. ഖുത്ബുസ്സമാൻ മമ്പുറത്തും തിന്തോടിച്ച തങ്ങൾ മമ്പാട്ടും.
ഈ ത്രികോണമാണ് അന്ന് മലബാറിന്റെ ചരിത്രം. ഇവർ മൂന്നും വലിയ കറാമത്തുള്ള മഹാന്മാരായിരുന്നു. അൽ ഖുത്ബ് സയ്യിദ് ജമലുൽ ലൈൽ സുമാത്രയിലെ ഈ കാലഘട്ടക്കാരാണ്. ഈ മൂന്നാളും ഒരു കാലക്കാരാണ്. അൽ ഖുത്ബ് സയ്യിദ് ജമലുൽ ലൈൽ സുമാത്രയിലെ മലിക് അബ്ദുറഹ്മാൻ രാജാവിന്റെ മകനാണ്. കടലുണ്ടിയിൽ വന്നിറങ്ങിയ അദ്ദേഹം സുമാത്രയിലെ രാജാവിന്റെ ഒരേ ഒരു പുത്രനായിരുന്നു. ചെറുപ്പകാലം മുതലേ അദ്ദേഹത്തിന് ദീനീ കാര്യങ്ങളിലല്ലാതെ ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. മുഹമ്മദ് ജമലുൽ ലൈൽ അദ്ദേഹം, ഇവരൊക്കെ വിദേശികളാണ്, ഈ നാട്ടുകാരല്ല. പക്ഷേ ഈ നാട്ടിൽ അവർ വന്നത് വാസ്കോഡിഗാമ വന്നതുപോലെ വന്നതല്ല. വാസ്കോഡിഗാമ ഇവിടെ വന്നത് ഇവിടെ നിന്ന് കൊണ്ടുപോകാനാണ്. വാസ്കോഡിഗാമയുടെ ഖബർ കേരളത്തിലില്ല. ഈ മൂന്ന് മഹാന്മാരുടെയും ഖബർ കേരളത്തിലുണ്ട്, കേരളത്തിൽ തന്നെയാണ്. വാസ്കോഡിഗാമയുടെ ഖബർ പോർച്ചുഗലിൽ ലിസ്ബണിലാണ്. അദ്ദേഹം കേരളത്തിൽ നിന്ന് മോഷ്ടിക്കാൻ വന്നതായിരുന്നു. പിന്നീട് അൽബുക്കർക്കിനെ കൊണ്ടുവന്നു. തളിക്ഷേത്രത്തിന്റെ ഭണ്ഡാരം കുത്തിത്തുറക്കാൻ പോർച്ചുഗീസുകാർ ശ്രമം നടത്തിയപ്പോൾ മുസ്ലിമീങ്ങൾ അതിനെ തടഞ്ഞു. അതേ അൽബുക്കർക്ക് പിന്നീട് 800 കൊല്ലം മുമ്പ് ബഹുമാനപ്പെട്ട നാഖൂദ മിസ്കാൽ കോഴിക്കോട് സ്ഥാപിച്ച റഹ്മത്തുള്ളാഹി അലൈഹി മിസ്കാൽ പള്ളിക്ക് എതിരെ ആക്രമിച്ചപ്പോൾ 500ഓളം നായർ പടയാളികൾ പള്ളിക്ക് എതിരെയുള്ള പോർച്ചുഗീസ് ആക്രമണത്തിന് പ്രതിരോധം തീർത്ത് മുസ്ലിമീങ്ങളോട് കടം വീട്ടി. ഈ അൽബുക്കർക്കും ഈ പോർച്ചുഗീസുകാരനായ അൽബുക്കർക്കും വാസ്കോഡിഗാമയും ഒക്കെ ഇവിടുത്തെ സംസ്കാരവും ചരിത്രവും പവിത്രതയും ഇല്ലാതാക്കാൻ വന്നവരാണ്. എന്നാൽ മധ്യകാലഘട്ടത്തിന് ശേഷം ഇവിടെയുള്ള നവോത്ഥാനത്തിന് വേണ്ടി വന്ന ഈ മഹാന്മാർ, തെരീമിൽ നിന്ന് വന്ന മൗലത്തബീല ഖുതുബുസ്സമാനും ബഹുമാനപ്പെട്ട മമ്പാട് സീദ് തങ്ങളും കടലുണ്ടിയിൽ കിടക്കുന്ന അൽ ഖുത്ബ് സയ്യിദ് ജമലുൽ ലൈലും ഇവരൊക്കെ ഭൗതികമായ ഒരു താല്പര്യവുമില്ലാതെ ഈ നാടിനെ സംസ്കരിക്കാൻ വേണ്ടി വന്ന മഹാന്മാരാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ചരിത്രത്തിന്റെ ചില ഭാഗങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. മമ്പാടിന്റെ ചരിത്രം മാറ്റിവെക്കാൻ മലബാറിന് കഴിയുകയില്ല. മമ്പാട് വല്ലാതെ ചരിത്രമുള്ള ഒരു നാടാണ്. ഞാൻ പറഞ്ഞില്ലേ, സയ്യിദ് ഫളലിനെ ബ്രിട്ടീഷുകാർ നാട് കടത്തേണ്ടി വന്നുവെങ്കിൽ ഈ കരുത്ത് സയ്യിദ് ഫളലിന് കൊടുത്തത് മമ്പാട് സീദ് തങ്ങളാണ്. സയ്യിദ് ഫളലിനെ നാട് കടത്താൻ വേണ്ടിയാണ് പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷൻ ബ്രിട്ടീഷുകാർ ഞൊടിയിടയിൽ ഉണ്ടാക്കിയത്. പഴയ കാലത്ത് ഫറോക്ക് കഴിഞ്ഞാൽ പിന്നെ പരപ്പനങ്ങാടിയിൽ റെയിൽവേ സ്റ്റേഷൻ ഇല്ല. പിന്നെ തിരൂരിലാണ് റെയിൽവേ സ്റ്റേഷൻ. പരപ്പനങ്ങാടിയിൽ ഒരു പ്രത്യേക റെയിൽവേ സ്റ്റേഷൻ പെട്ടെന്ന് തട്ടിപ്പടച്ചുണ്ടാക്കി ബ്രിട്ടീഷുകാർ. എന്തിന്? ഈ മഹാന്റെ ശിഷ്യനായ സയ്യിദ് ഫളലിനെ നാട് കടത്താൻ. സയ്യിദ് ഫളൽ ഇടയ്ക്കിടെ മമ്പുറത്ത് നിന്ന് ഇവിടെ ഇവരുടെ വഫാത്തിന് ശേഷം സിയാറത്ത് വന്നിരുന്നതായി ചരിത്രമുണ്ട്. അപ്പോൾ സയ്യിദ് ഫളലിനെ നിസ്കരിക്കാൻ വേണ്ടിയാണ് പ്രധാനമായും 3 പള്ളികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്ന് പട്ടർകുളത്തെ ജുമാഅത്ത് പള്ളി, അത് നിസ്കാര പള്ളിയായിരുന്നു. 2 മേലാക്കത്തെ ആ ജംഗ്ഷനിൽ കാണുന്ന പള്ളി, അതും നിസ്കാര പള്ളിയായിരുന്നു.
ഒന്ന് എടവണ്ണ ആ കുന്നത്ത് കാണുന്ന പള്ളി, അത് നിസ്കാര പള്ളിയായി. ഈ മൂന്നും സുന്നികളായ ഉലമാക്കൾ ഉണ്ടാക്കിയതാണ്. അതിൽ എടവണ്ണപ്പള്ളി പിൽക്കാലഘട്ടത്തിൽ വളരെ മോശപ്പെട്ട ചില ഗൂഢപ്രവർത്തനങ്ങളിലൂടെ മുജാഹിദ് പിടിച്ചടക്കി. ഇതൊക്കെ ചരിത്രമാണ്. ഇതൊക്കെ ഞാൻ പറയാൻ തിരിഞ്ഞാൽ ചരിത്രം മണിമണിയായി പറയും, വെറുതെ പറയുകയല്ല. മറ്റ് രണ്ട് പള്ളികളും ഇന്നും സുന്നി പള്ളികളായി നിലനിൽക്കുന്നു. സയ്യിദ് ഫളിലിനെ ഇടക്കിറങ്ങി സുന്നത്ത് നിസ്കരിക്കാനും ജമാഅത്ത് നിസ്കരിക്കാനും വേണ്ടിയാണ് അടിസ്ഥാനപരമായി ആ പള്ളികൾ ഉണ്ടാക്കിയത്. സയ്യിദ് ഫളില് തോട്ടിന്റെ അക്കരെ വന്നാൽ ചെരിപ്പടിച്ചു വന്നിരുന്നു എന്നാണ് ചരിത്രം. അങ്ങനെയാണ് തോട്ടിന്റെ അക്കരെ എന്ന ഒരു പ്രയോഗം തന്നെ ഉണ്ടായിട്ടുള്ളത്. അക്കരെ എത്തിയാൽ ചെരിപ്പഴിക്കും. അല്ലെങ്കിൽ തോട്ടിന്റെ അക്കരെ എന്നൊരു നാടുണ്ടാകാൻ പാടില്ല. ഭാഷാപരമായി അത് തെറ്റാണ്. കാരണം തോട്ടിന്റെ അക്കരെ എന്നത് ഒരു 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 ഇസ്മല്ല. തോട്ടിന്റെ അക്കരെ ഇക്കരയാകുമ്പോൾ അക്കരെ, അക്കരയാകുമ്പോൾ ഇക്കരെ. അക്കരയുമില്ല ഇക്കരയുമില്ല, ഇക്കര അക്കരയാകും, അക്കരെ ഇക്കരയാകും. അപ്പോൾ ഭാഷാപരമായി തോട്ടിന്റെ അക്കര എന്ന വാക്ക് തെറ്റാണ്. ഇപ്പോൾ ചില ആളുകൾ തോട്ടിൻകര എന്നൊക്കെ അത് പ്രയോഗം ഒന്ന് പരിഷ്കരിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ കള്ളന്തോട് എന്ന പ്രദേശത്തെ കള്ളൻ കള്ളൻ എന്ന വാക്ക് കേട്ട് പൊറുതിമുട്ടിയ നാട്ടുകാർ കളന്തോട് എന്ന് പരിഷ്കരിച്ചതുപോലെ തോട്ടിൻകരയല്ല, തോട്ടിന്റെ അക്കര തന്നെയാണ്. അക്കരെ ചെരിപ്പഴിച്ചു വെക്കും ബഹുമാനപ്പെട്ട സയ്യിദ് ഫളിൽ റഹ്മത്തുള്ളാഹി അലൈഹി. എന്നിട്ട് പാദരക്ഷയില്ലാതെ നടന്നു വരും. എന്തുകൊണ്ട്? അവർക്ക് അത്രമേൽ ബഹുമാനിയായ മഹാനായിരുന്നു മമ്പാട് സയ്യിദ് തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി. ഇതൊക്കെ ഇവിടുത്തെ ഉറങ്ങിക്കിടക്കുന്ന ചരിത്രങ്ങളാണ്. നമ്മൾ വളരെ ചിന്തിക്കണം. ചരിത്രം നശിപ്പിക്കുക എന്നത് ഏത് കാലഘട്ടത്തിലും ഭൗതികവാദികൾ ചെയ്തിട്ടുള്ള പ്രവർത്തനമാണ്. 917 റഷ്യയിൽ ബോൾഷെവിക്കുകൾ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം അവർ ചെയ്തത് ചരിത്രം നിഷ്കാസനം ചെയ്യുകയാണ്. ജനകീയ വിപ്ലവത്തിലൂടെ മാവോ സേതൂങ് ചൈനയിൽ അധികാരത്തിൽ വന്നപ്പോൾ ഒരു പുതിയ സർക്കാർ കൊണ്ടുവന്നപ്പോഴും ചെയ്തത് ചരിത്രത്തെ നിരാകരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വർഗീയ ഫാഷിസം അധികാരത്തിൽ കയറിയപ്പോൾ അവരും ചെയ്തിട്ടുള്ളത് 990 മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജ്യത്തെ ചരിത്രത്തെ മാറ്റിമറിക്കുക എന്നുള്ളതാണ്. ഒരു ജനതയുടെ നിലനിൽപ്പ് ആ ജനതയുടെ ചരിത്രമാണ്. ആ ജനതയുടെ ഹിസ്റ്ററിയും ആ ജനതയുടെ ജോഗ്രഫിയും ആ ജനതയുടെ നിലപാടിന്റെ മർമ്മമാണ്, നിലനിൽപ്പിന്റെ ആധാരമാണ്. അതില്ലെങ്കിൽ ആ ജനതയ്ക്ക് പിന്നെ മുന്നോട്ട് പോകാൻ കഴിയൂല. വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഏത് മണ്ണിലാണ് ഇരിക്കുന്നത് എന്ന് ആലോചിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞിട്ടുള്ളത്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള അനവധി തീരുമാനങ്ങൾ ഇവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണ്. വല്ലാത്ത ഒരു കാലഘട്ടം ഇതിൻ്റെയൊക്കെ പിന്നിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകട്ടെ. അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ, മർഹമത്ത് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മർഹമത്ത് നൽകട്ടെ, മഗ്ഫിറത്ത് നൽകട്ടെ. ബദർ ഖിസ്സപ്പാട്ടിന് ബഹുമാനപ്പെട്ട മോയിൻകുട്ടി വൈദ്യരുടെ ഒരു സമകാലികൻ മമ്പാടുള്ളത് ചരിത്രത്തിൽ ഞാൻ പലയിടത്തും വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ഇന്നത്തെ ഈ ഒരു എന്താ പറയുക, ഈ സപ്ലിമെന്റിൽ അവർ അനുസ്മരിക്കുന്നതും ചിട്ടുമുണ്ട്. കാഞ്ഞിരാല കുഞ്ഞിരായും കുട്ടി സാഹിബ് അദ്ദേഹം ബദർ ഖിസ്സപ്പാട്ട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ബഹുമാനപ്പെട്ട മഹാൻ, അവരൊക്കെ വലിയ വലിയ ബുദ്ധിമാന്മാരാണ്. കാഞ്ഞിരാല കാഞ്ഞിരാല കുഞ്ഞിരായും കുട്ടി സാഹിബ് വലിയ ബുദ്ധിമാനാണ്. അദ്ദേഹത്തിന്റെ കൂട്ടുകാരനാണ് ബഹുമാനപ്പെട്ട മഹാനായ മോയിൻകുട്ടി വൈദ്യാർ റഹ്മത്തുള്ളാഹി അലൈഹി. മോയിൻകുട്ടി വൈദ്യാരുടെ ഉസ്താദ് ബഹുമാനപ്പെട്ട ഖാളി അബൂബക്കർ കുഞ്ഞിയാണ്. ഖാളി അബൂബക്കർ കുഞ്ഞിയുടെ ഉസ്താദ് ഖാളി മുഹീദ്ദീനാണ്. ഖാളി മുഹീദ്ദീന്റെ ഉസ്താദ് ഖാളി മുഹമ്മദാണ്. ഖാളി മുഹമ്മദാണ് മുഹീദ്ദീൻ മാല AD 1607 ഉണ്ടാക്കിയത്. AD 1612
AD 1612 തുഞ്ചത്തെഴുത്തച്ഛൻ അധ്യാത്മരാമായണം എഴുതിയിട്ടുള്ളത്. അതിനൊക്കെ ശേഷമാണ് പൂന്താനം ജ്ഞാനപ്പാന എഴുതിയിട്ടുള്ളത്. പൂന്താനത്തെയും തുഞ്ചത്തെഴുത്തച്ഛനെയും വാഴ്ത്തി പാടാൻ പിന്നീട് ആ സമുദായങ്ങൾക്ക് കഴിഞ്ഞു. പക്ഷേ ഈ സാഹിത്യത്തിന്റെ മഹത്തായ ചോദന പിന്നീട് മുസ്ലിം സമുദായത്തിൽ മെല്ലെ മെല്ലെ അസ്തമിച്ചു. അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ നായാട്ടുകൊണ്ട് സാഹിത്യ ചോദനയൊക്കെ നിലനിൽപ്പിന്റെ സമരത്തിനിടയിൽ മുസ്ലിമീങ്ങൾ കൈയൊഴിക്കേണ്ടി വന്നു. എന്തായാലും മലയാളത്തിന്റെ പിതാവ് എന്ന് പറയാൻ തുഞ്ചത്തെഴുത്തച്ഛന് ഉള്ള അവകാശത്തെക്കാൾ വലിയ അവകാശം മഹാനായ ഖാലി മുഹമ്മദിനുണ്ട് റഹ്മത്തുള്ളാഹി അലൈഹി. AD 1607 അദ്ദേഹം മുഹീദ്ദീൻമാരെ ഉണ്ടാക്കി കഴിഞ്ഞു. ആ വർഷം തന്നെ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മകൻ ഖാലി മുഹീദ്ദീൻ, അദ്ദേഹത്തിന്റെ മകൻ ഖാലി അബൂബക്കർ കുഞ്ഞി. ഖാലി അബൂബക്കർ കുഞ്ഞിയുടെ മകൻ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട മൊയ്ൻകുട്ടി വൈദ്യർ. മൊയ്ൻകുട്ടി വൈദ്യർ ചരിത്രം കണ്ട മഹാത്ഭുതമാണ്. അദ്ദേഹം 40ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട മഹാത്ഭുതം, മലയാളം കണ്ട മഹാത്ഭുതങ്ങളിൽ ഒന്ന് മൊയ്ൻകുട്ടി വൈദ്യരാണ്. 40ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. അപ്പോഴത്തിന് തൊട്ടതൊക്കെ പൊന്നാക്കി. ആ കാലഘട്ടക്കാരനാണ് കാഞ്ഞിരാല കുഞ്ഞിരായൻകുട്ടി സാഹിബ്. അദ്ദേഹവും ഇതിന് സമാനമായ സ്തുതികീർത്തന കാവ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. മമ്പാടിന്റെ ചരിത്രവും സാഹിത്യവും ലോകം മുഴുവനും പറഞ്ഞു പരത്താൻ മാത്രം അത്യുന്നതമാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ചരിത്രത്തെ മറക്കാൻ പാടില്ല. അല്ലാഹു തആല ഈ ഒരു ഇസ്സത്ത് നമുക്ക് നിലനിർത്തി തരട്ടെ. നമ്മളോട് ഒരു ആസാന്യഹി മിഠാന നാമോ നിഷാൻ ഹമാര എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളുടെ നാമവും അടയാളവും ഒന്നും പെട്ടെന്ന് മായ്ച്ചു കളയാൻ ആർക്കും സാധ്യമല്ല എന്ന് പറഞ്ഞല്ലോ അല്ലാമ ഇഖ്ബാൽ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ നാമവും അടയാളവും അത്രമേൽ പ്രധാനപ്പെട്ടതാണ്. ഇതൊന്നും മാറ്റിവെച്ചിട്ട് ഇവിടെ നിലനിൽക്കാൻ കഴിയില്ല. മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. ഇത് ബഹുമാനപ്പെട്ട മജ്‌ലിസുൻ നൂറിന്റെ വാർഷികമാണ്. എന്ത് പറഞ്ഞാലും നന്നാകാത്ത ചില ആളുകളുണ്ട്. അവരെ കുറിച്ചൊന്നും ഞാനൊന്നും പറയുന്നില്ല. മനസ്സിലാകാൻ മാത്രമൊക്കെ പലപ്പോഴും പറയാറുണ്ട്. പിന്നെ മനുഷ്യന്മാർക്ക് ഹിദായത്തിന് അള്ളാഹു തന്നെ സബീൽ തുറക്കണം, അല്ലാതെ മനസ്സിലാവൂല. അള്ളാഹു തന്നെ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മനുഷ്യൻ അത് തിരിയൂല. മനുഷ്യനെ അള്ളാഹു തൗഫീഖ് കൊടുക്കണം, അല്ലാതെ മനുഷ്യൻ നന്നാവൂല. മനുഷ്യൻ നന്നാവണമെങ്കിൽ റബ്ബിന്റെ ഒരു തൗഫീഖ് വേണം. അല്ലാഹു വിചാരിച്ചാൽ അല്ലാതെ ഒരു വ്യക്തിയോ ഒരു സമൂഹവും നന്നാവൂല. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ മഹാന്മാരെയൊക്കെ കഥ പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, പരിശുദ്ധ ഖുർആനിന്റെ മർമ്മം ബഹുമാനപ്പെട്ട ഫാത്തിഹയാണ്. ഖുർആനിൽ ഓതൽ നിർബന്ധമായ ഒരേ ഒരു അധ്യായം ഫാത്തിഹയാണ്. ഖുർആനിലെ രഹസ്യം ഫാത്തിഹയാണ്. ഖുർആനിലെ മർമ്മം ഫാത്തിഹയാണ്. അത് ഒരു ദിവസം 17 തവണ ഓതിയിരിക്കണം. മറ്റുള്ള അധ്യായങ്ങളോ ഓതിയാൽ നല്ലത്. യുസാബു അലാ ഫിഅലിഹി വലാ യുആഖബു അലാ തർക്കിഹി. ചെയ്താൽ കൂലിയുണ്ട്, ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ല. ചിന്തിക്ക്. ബഹുമാനപ്പെട്ട ഫാത്തിഹ അങ്ങനെയല്ല. ഫാത്തിഹ വളരെ മർമ്മപ്പെട്ട അധ്യായമാണ്. ഫാത്തിഹ അതിമനോഹരവും അതിപ്രധാനവുമായ അധ്യായമാണ്. ഫാത്തിഹ ഇറങ്ങിയപ്പോൾ ഇബ്ലീസ് കരഞ്ഞു പോയി എന്ന് മുഹമ്മദ് മുസ്തഫ. അത്ര വലിയ അധ്യായമാണ് ഫാത്തിഹ. ചിന്തിക്ക്. വേറെയുള്ള അധ്യായം പോലെയല്ല. സൂറത്തുൻ ബകാ അലൈഹാ ഇബ്ലീസ്. ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ ഇബ്ലീസ് കരഞ്ഞുപോയി. കാരണം ഈ സൂറത്തിൽ പ്രവേശിച്ചവൻ സ്വർഗത്തിലെത്തും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് വല്ലാത്തൊരു സൂറത്താണ്. ഈ സൂറത്തിന്റെ മർമ്മം എന്താ? ഈ സൂറത്തിൽ 5 സനാഉകളാണ്. ആദ്യത്തെ റിക്കാർഡ് 5 സനാഉകളാണ്. പ്രശംസ. അള്ളാഹ്ക്ക് പ്രശംസ വലിയ ഇഷ്ടമാണ്. അള്ളാഹിനെ പോലെ പ്രശംസ ഇഷ്ടമുള്ള ഒരാളുമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹിനെ പ്രശംസിക്കാൻ 5 വാക്ക്, 5
അഞ്ച് ഒരു മർമ്മാണ്. 5 വിരൽ 5, ഈ വിരലും 5, കൈ 5, കാലഞ്ച് ഒക്കെ 5, സൂര്യൻ്റെ ചാട്ടം 5. അതുകൊണ്ടാണ് 5 വഖ്തായത്. 5 ഒരു മർമ്മാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. 5 സനാഉകൾ, 5 പുകഴ്ത്തിയ വാക്കുകൾ അള്ളാന്റെ മുന്നിൽ സമർപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തുഷ്ടനാക്കുന്ന 5 പ്രശംസാ വാക്കുകൾ പറഞ്ഞു. ഈ പ്രശംസയുടെ നിറവിൽ അബ്ദ് വളരെ വലിയൊരു യാചന നടത്തുകയാണ്. എന്താണ് യാചന? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹ്, ഞാൻ നിന്നെ പ്രശംസിച്ചു, നീ എനിക്ക് ഹിദായത്ത് തരണം. ഹിദായത്ത് മനുഷ്യൻ ഭൂമിയിൽ വരുന്ന ഒരേ ഒരു ലക്ഷ്യമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. മനുഷ്യൻ ഭൂമിയിൽ നിസ്കരിക്കാൻ വന്നതല്ല, നോമ്പൊൽക്കാൻ വന്നതല്ല, ഹജ്ജ് ചെയ്യാൻ വന്നതല്ല, സക്കാത്ത് കൊടുക്കാൻ വന്നതല്ല. മനുഷ്യൻ ഈ ഭൂമിയിൽ വന്നത് ഹിദായത്തിനാണ്. ബസ്, അത്രയേ ഉള്ളൂ. ഹിദായത്ത് ലഭിച്ചു കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്താൽ അവന് കൂലി കിട്ടും, ഇല്ലെങ്കിൽ നഷ്ടം. അല്ലാഹു കാക്കട്ടെ. അതിനോട് ചിന്തിക്കണം. എന്തെങ്കിലും മനുഷ്യൻ ഇന്ന് നേരെയല്ല ആലോചിക്കുക, ഒക്കെ തല തിരിഞ്ഞിട്ടാണ്. മനുഷ്യൻ നിസ്കരിക്കാൻ വന്നതല്ല. നിസ്കരിക്കാൻ സംഘടനകൾ കെട്ടി നടക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. വലിയ താടിയും തൊപ്പറയും കുപ്പായും ഒക്കെ ഇട്ട് നടക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. നിസ്കരിക്കാൻ സംഘടന. നിസ്കരിക്കാനല്ല മനുഷ്യ ഈ ഭൂമിയിൽ മനുഷ്യൻ വന്നത് ഹിദായത്തിനാണ്. നിസ്കാരം മർമ്മല്ല. നിസ്കാരത്തെ പറ്റിയുള്ള അവസാനത്തെ ആയത്ത് ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നരകമാണ് എന്നതാണ്. എന്തേ കാരണം? ഹിദായത്തില്ലാതെ നിസ്കരിച്ചു. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. തല കൊടുത്തിട്ട് ചിന്തിക്കണം. തല ഉണ്ടെന്ന് നിയത്ത് ചെയ്തുകൊണ്ട് തല ഉണ്ടാവില്ല. തല അല്ലാഹു കൊടുക്കണം. വളരെ ചിന്തിക്കണം. മനുഷ്യൻ ഈ ഭൂമിയിൽ വന്നിട്ടുള്ള മർമ്മം ഹിദായത്താണ്. ഇറങ്ങിപ്പോരുമ്പോൾ അല്ലാഹു ആദമിനോട് പറഞ്ഞു, ആദമേ, താഴെ ഭൂഗോളമുണ്ട്, അവിടെ പോവുക. ഹിദായത്ത് എന്നിൽ നിന്ന് നിങ്ങളിലേക്ക് അയക്കപ്പെടും. ഹിദായത്തിനെ ഞാൻ നിങ്ങളിലേക്ക് അയച്ചു തരും. അപ്പോൾ ഹിദായത്തിനെ നിങ്ങൾ അനുധാവനം ചെയ്യുക. ഫലാ ഖൗഫുൻ അലൈഹിം, പിന്നെ നിങ്ങൾക്ക് ഭയലേശമന്യേ ഉള്ള ജീവിതമായിരിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ മനുഷ്യൻ വന്നത് നിസ്കരിക്കാനല്ല, നോമ്പൊൽക്കാനല്ല, സക്കാത്ത് കൊടുക്കാനല്ല, ഹജ്ജ് ചെയ്യാനല്ല. മനുഷ്യൻ വന്നത് ഹിദായത്തിന് വേണ്ടിയാണ്. ഹിദായത്ത് കിട്ടിയിട്ട് നിസ്കരിച്ചാൽ അൽഹംദുലില്ലാഹ്, ഇല്ലെങ്കിലോ ഫവൈലുൽ ലിൽ മുസല്ലീൻ തിൽക സ്വലാത്തുൽ മുനാഫിഖ് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഈ ആയത്തിറങ്ങിയപ്പോൾ സ്വഹാബികളിൽ പലർക്കും പേടിയായി. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്ന പലർക്കും നരകമാണ് എന്ന ആയത്തിറങ്ങിയപ്പോൾ സ്വഹാബികളിൽ പലർക്കും പേടിയായി. നിസ്കരിക്കുന്നവർക്ക് നരകമെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ഹബീബായ നബി വിശദീകരിച്ചു, തിൽക സ്വലാത്തുൽ മുനാഫിഖ്, അത് ഹിദായത്തില്ലാത്തവന്റെ നിസ്കാരമാണ്. ഈ വാക്ക് ഹബീബായ നബി 3 തവണ പറഞ്ഞു. ഗൗരവമുണ്ടെങ്കിൽ 3 വട്ടം പറയൽ മുത്തുനബിയുടെ രീതിയാണ്. സല്ലല്ലാഹു ഉറക്കെ പറഞ്ഞേക്ക് മുത്ത് മുഹമ്മദ് മുസ്തഫ. ചിന്തിക്ക്, തല കൊടുത്തിട്ട് ചിന്തിക്ക്. അപ്പോൾ മനുഷ്യ ചിന്തിക്കണം. എല്ലാവരും ചിന്തിക്കണം, എല്ലാവരും ആലോചിക്കണം. ഞാൻ വെറുതെ പറയുകയല്ല, പരിശുദ്ധ ദീനിന്റെ മർമ്മം പറയുകയാണ്. റബ്ബിന്റെ സഹായത്താൽ 20 കൊല്ലത്തോളമായി ഒരു ഖുർആനിന്റെ ഒരു ചെറിയ ഖിദ്മത്ത് ചെയ്യുന്നതിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ള ഒരു കാര്യത്തിന്റെ മർമ്മം ഞാൻ പറയുകയാണ്. ഇത് അടിസ്ഥാന വിവരമാണ്. ഇത് ലോകത്തിന് മർമ്മപ്പെട്ട വിവരമാണ്. മനുഷ്യൻ വന്നത് ഹിദായത്തിന് വേണ്ടിയാണ്. ഹിദായത്ത് എന്നത് അള്ളാഹുവിന്റെ വെളിച്ചം ഖൽബിലേക്ക് ലഭിക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതെങ്ങനെ ലഭിക്കും? ഹിദായത്തിന് കോളേജില്ല, ഹിദായത്തിന് യൂണിവേഴ്സിറ്റി ഇല്ല, ഹിദായത്തിന് ബുക്കില്ല, ഹിദായത്തിന് ഒന്നുമില്ല.
ഹിദായത്തിന് ഒരു യൂണിവേഴ്സിറ്റി ഇല്ല, ഹിദായത്തിന് ഒരു കോളേജ് ഇല്ല, ഹിദായത്ത് കൊടുക്കുന്ന യൂണിവേഴ്സിറ്റി ഇല്ല, ഹിദായത്ത് കൊടുക്കുന്ന കോളേജ് ഇല്ല, ഹിദായത്ത് കൊടുക്കുന്ന ബുക്കും ഇല്ല. ബുക്ക് ആകെ ആകാശത്ത് നിറഞ്ഞത് 8 ആക്കാണ്. 4 ആക്ക് ഏടും 4 ആക്ക് കിതാബും. ബുക്കും മർമ്മമല്ല. വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. കിതാബ് മർമ്മമല്ലേ? ആണ്. ഹിദായത്ത് കിട്ടിയാൽ മർമ്മമാണ്, ഇല്ലെങ്കിൽ നഷ്ടം. അല്ലാഹു കാക്കട്ടെ. ഖുർആനല്ല അടിമയെ സംബന്ധിച്ചിടത്തോളം ഖുർആനല്ല ഏറ്റവും പ്രധാനപ്പെട്ടത്. ഖുർആനിൽ എല്ലായിടത്തും അടിമയെ പരിചയപ്പെടുത്തിയെടുത്ത് രണ്ടാമതാണ് ഖുർആനെ പറഞ്ഞിട്ടുള്ളത്. എവിടെയും ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലാ 1 യത്ലു അലൈഹിം ആയാതിഹി 2 അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം 1 റസൂലാണ്, 2 ഖുർആനാണ്. അപ്പോൾ ഖുർആൻ 2. ചിന്തിക്ക്, അല്ലാഹു തൗഫീഖ് തരട്ടെ. പിന്നെ ഉണ്ടായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം. അവിടെയും റസൂൽ 1 കിതാബ് 2. ألف لام را كتاب أنزلناه إليك لتخرج الناس من الظلمات إلى النور. കിതാബിനെ ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾ ജനങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണം നബിയെ. നിങ്ങളാണ് കൊണ്ടുവരേണ്ടത്, കിതാബല്ല. അപ്പോൾ നിങ്ങൾ 1 കിതാബ് 2. ചിന്തിക്കുക. മനുഷ്യ ചേകനൂരാകാൻ വേണ്ടി പഠിക്കണ്ട. പഠിക്കുന്ന പല പഠിപ്പുകളും ചേകനൂരിന്റെ പഠിപ്പാണ്. പ്രസംഗത്തിന്റെ പല പ്രസംഗങ്ങളും ചേകനൂരി പ്രസംഗങ്ങളാണ്. അതിന്നല്ലെങ്കിൽ നാളെ ചേകനൂരികളായി മാറും. ചേകനൂരിന് വായിക്കണ്ട, ചേകനൂരിന് പഠിക്കുന്ന പഠിപ്പുകൾ ഇന്ന് നാട്ടിൽ അധികരിച്ചിരിക്കുന്നു. എല്ലാ പ്രഭാഷണങ്ങളും ദീനാണെന്ന് വിചാരിക്കണ്ട. എല്ലാ പ്രസംഗവും പ്രസംഗമല്ല, എല്ലാ ഹുതുബയും ഹുതുബയല്ല, എല്ലാ ജുമായും ജുമായല്ല. തല കൊടുത്തിട്ട് ചിന്തിച്ചോ, തല കൊടുത്ത് ചിന്തിച്ചോ. പടച്ച തമ്പുരാൻ തൗഫീഖ് തരട്ടെ. അവിടെയും റസൂൽ 1 കിതാബ് 2. അബ്ദിന് 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 ഒന്നാമത്തെ മർമ്മം റസൂൽ മുഹമ്മദ്. 4000 കൊല്ലം മുമ്പ് സയ്യിദന ഇബ്രാഹിം ദുആ ചെയ്തത്, ഒന്നാമതായി ദുആ ചെയ്തത് റസൂലിനെ 2 ഖുർആൻ. ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك. സയ്യിദന ഇബ്രാഹിം. അവിടെയും 1 റസൂൽ കിതാബ് 2. എന്തുകൊണ്ട്? കിതാബ് റസൂലിനെ മാറ്റി വെച്ചാൽ കിതാബ് കൊണ്ട് പിഴക്കുകയുള്ളൂ. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. കിതാബ് റസൂലാണ് മർമ്മം. ചിന്തിക്ക്. മുഅ്മിനീങ്ങളെ വളരെ ചിന്തിക്കണം. ഇത് ചിന്തിച്ചോ മനുഷ്യന്മാര്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഹിദായത്തിന് വേണ്ടിയാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ വന്നത്. ഹിദായത്ത് എവിടെ നിന്ന് കിട്ടും? അത് ബുക്കിൽ നിന്നും കോളേജിൽ നിന്നും കിട്ടുന്നത് അല്ല. അത് കിട്ടുന്നത് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. അല്ലാഹു നിഅമത്ത് ചെയ്ത ആളുകളെ അനുധാവനം ചെയ്യുക. സത്യത്തിൽ ഫാത്തിഹ ഒരു വിശദീകരണ അധ്യായമല്ല. വിശദീകരണ അധ്യായം 113 സൂറത്താണ്. ഫാത്തിഹ ഒരു വിശദീകരണ അധ്യായമല്ല. പിന്നെ എന്തിനെ വിശദീകരിച്ചു? കാരണമുണ്ട്. കോടാനക്കോടി ഇബാദത്തുകൾ ഉൾക്കൊള്ളുന്ന ഇബാദത്തിനെ ഫാത്തിഹ അര ആയത്ത് പോലും പറഞ്ഞില്ല. ഇയ്യാക നഅ്ബുദുവിൽ തീർത്തു. വഇയ്യാക നസ്തഈനക്കാൾ ചെറുതാണ് ഇയ്യാക നഅ്ബുദു. അളന്നാൽ വഇയ്യാക നസ്തഈൻ കൂടുതലും ഇയ്യാക നഅ്ബുദു ചെറുതുമാണ്. അപ്പോൾ അരായത്ത് എന്നും പറയാൻ പറ്റൂല ഇബാദത്തിന്റെ കാര്യത്തിൽ. പക്ഷേ ഹിദായത്താണ് വിശദീകരിച്ചു. കാരണം ഹിദായത്താണ് മനുഷ്യൻ ഈ ലോകത്ത് ആദ്യമായി വേണ്ടത്. അതില്ലെങ്കിൽ കാഫിറാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. മനുഷ്യന്മാരെ തല നേരെ വെച്ചിട്ട് ചിന്തിക്കുക. തല നേരെ വെച്ച് ചിന്തിക്കുക മനുഷ്യ. എന്തിനെ വിശദീകരിക്കേണ്ട? 113 സൂറത്തല്ലേ. പക്ഷേ ഫാത്തിഹയിൽ വിശദീകരിച്ചു. എന്തുകൊണ്ട്? ഫാത്തിഹയിൽ ഹിദായത്തിന്റെ കാര്യം വിശദീകരിച്ചിട്ടില്ലെങ്കിൽ
അള്ളാന്റെ കോടതിയിൽ ചിലപ്പോൾ അടിമ അള്ളാനോട് പറയും, അള്ളാഹു ചോദിക്കും, നിനക്കെന്റെ ഹിദായത്ത് കിട്ടി, നീ സ്വീകരിക്കാതിരുന്നു. അപ്പോൾ പറയാ, അടിമക്ക് തിരിച്ചു പറയാ, റബ്ബേ ഹിദായത്ത് എവിടുന്ന് കിട്ടും എന്ന് നീ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ അള്ളാഹു തിരിച്ചു ചോദിക്കാം, പറഞ്ഞു തന്നിട്ടില്ലേ? ഞാൻ അൽ ബഖറ മുതൽ നാസ് വരെയുള്ള സൂറത്ത് 113 സൂറത്തിനുള്ളിൽ ഹിദായത്തിനെ വിശദീകരിച്ചിട്ടില്ലല്ലോ? ഉണ്ടല്ലോ, ഹിദായത്ത് വിശദീകരിച്ചിട്ടുണ്ടല്ലോ. നിനക്കത് ഓതിയിട്ട് സ്വീകരിച്ചുകൂടായിരുന്നു. അപ്പോൾ അടിമക്ക് തിരിച്ചു പറയാം, അത് ഓതൽ നീ എനിക്ക് നിർബന്ധാക്കിയിട്ടില്ലല്ലോ, പിന്നെ ഞാനത് നിർബന്ധമില്ലാത്തത് ഞാൻ ഓതിയില്ല എന്നതിന്റെ പേരിൽ നീ എന്നെ എങ്ങനെ കുറ്റക്കാരനാക്കും? നിങ്ങൾ ഇവിടെ ഉണ്ടോ ആവോ? തല കൊടുത്ത് ചിന്തിക്കണം, തല കൊടുത്ത് ചിന്തിക്കണം. അതുകൊണ്ട് തല കൊടുത്ത് ചിന്തിക്കുക. അൽ ബഖറയിൽ നിസ്കാരത്തിനെ പറ്റി പറയുന്നത് 2-ാം സൂറത്തിലെ 3-ാമത്തെ ആയത്ത്. നിസ്കാരത്തെ പറ്റി പറയുന്നത് 2-ാം സൂറത്തിലെ 3-ാം ആയത്ത്. നോമ്പിനെ പറ്റി പറയുന്നത് 2-ാം സൂറത്തിലെ 183-ാമത്തെ ആയത്ത്. ഹജ്ജ് വാജിബാണെന്ന് അറിയിക്കുന്നത് 3-ാമത്തെ സൂറത്ത് ആല ഇംറാൻ. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മനിസ്തത്വാഅ ഇലൈഹി സബീലാ വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. ഇപ്പോഴത്തെ 3-ാമത്തെ സൂറത്ത് എത്തി. ഹിദായത്ത് 1-ാമത്തെ സൂറത്ത്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലീൻ. പടച്ചവനെ ഹിദായത്ത് വേണമെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹ് ഹിദായത്തിന്റെ റൂട്ട് പഠിപ്പിച്ചു. ഹിദായത്തിന് നീ എവിടെയും പോണ്ട, ഞാൻ നിഅമത്ത് ചെയ്ത ആളുകളെ പിൻപറ്റിയാൽ മതി. അല്ലാഹു നിഅമത്ത് ചെയ്ത ആളുകളെ പിൻപറ്റിയാൽ ഹിദായത്ത് ഉറപ്പാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതാരാണ് അല്ലാഹു തആല നിഅമത്ത് ചെയ്ത ആളുകൾ? അത് സൂറത്തുൻ നിസായിൽ വിശദീകരിച്ചു. മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. നബിമാരും സിദ്ദീഖീങ്ങളും ശുഹദാക്കളും സാലിഹീങ്ങളുമാണ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. മനസ്സ് തുറന്നാമീൻ പറഞ്ഞോടി. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. വളരെ തല പിടിച്ച് തുറന്ന് പിടിച്ചോ, തല തുറന്ന് പിടിച്ച് കേട്ടോ. എന്തിന് മജ്‌ലിസുൻ നൂർ എന്ന് ഞാൻ പറഞ്ഞുതരാം. എന്തിന്? ഇതൊക്കെ കേട്ടിട്ട് പിന്നെ മാപ്പിള മൊട്ടാന്ന് പറയുന്നവർക്ക് മറുപടി ഇല്ല. ആവശ്യക്കാർക്ക് നേരായ വഴിക്ക് പോകണവർക്കുള്ള വർത്താനാണിത്. അല്ലാതെ നേരിലേക്ക് പോകൂല എന്ന് വാച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിൻ അല്ലാഹ യഹ്ദീ മൻ യശാ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മിനെ ചിന്തിക്കണം, ആരാണ് അല്ലാഹു ഹിദായത്ത് കിട്ടിയ ആള്, നൽകിയ ആളുകൾ? 1 നബിമാർ തന്നെ, 2 സിദ്ദീഖീങ്ങളുമാണ്. ഈ 4 കൂട്ടരാണ് ഹിദായത്തിന്റെ ആളുകൾ. ഈ 4 കൂട്ടരെ, ഈ 4 വിഭാഗത്തെ രണ്ടുമാക്കി തരംതിരിക്കാം. ആദ്യത്തെ 2ഉം പിന്നത്തെ 2ഉം. ഇങ്ങോട്ട് നോക്കി, ഇന്നെ തന്നെ ഇമ വെട്ടാതെ നോക്കണം. മിനൻ നബീന വസ്സുദ്ദീഖീൻ. 4 കൂട്ടരാണ് സ്വർഗത്തിലെ 1-ാം പാർട്ടി. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതാരാ 4 പാർട്ടി? 1 നബിമാര്, 1 സിദ്ദീഖീങ്ങൾ, പിന്നെ ശുഹദാ, സ്വാലിഹീങ്ങൾ. ഈ 4നെ ഞാൻ 2 ആക്കിയിട്ടുണ്ട്. വിശദീകരിച്ചു തരാം. ആദ്യത്തെ 2ഉം പിന്നത്തെ 2ഉം. ആദ്യത്തെ 2 നന്നായി വന്നവർ, വന്നിട്ട് നന്നായവരല്ല, നന്നായിട്ട് വന്നവരാണ്. തലക്ക് കൊടുത്താള, തലക്കട് കയറ്റിക്കള. പിന്നത്തെ 2 ഇവരെ കണ്ട് നന്നായവരുമാണ്. ഇനി വേറെ കാറ്റഗറി ഇല്ല, കഴിഞ്ഞു. അത് തന്നെ. ആദ്യത്തെ 2 കൂട്ടർ നന്നായി വന്നവർ, പിന്നെ 2 കൂട്ടർ ഇവരെ കണ്ടിട്ട് നന്നായവർ. കഴിഞ്ഞ് വയറ് കഴിഞ്ഞു. ഇതന്നെ വേണം. ആദ്യത്തെ 2 കൂട്ടരാരാ? ഇവിടെ വന്നിട്ട് സ്ലേറ്റും ബുക്ക് കൊടുത്ത് മദ്രസയിൽ പോയി നന്നായവരല്ല, നന്നായിട്ട് വന്നവരാണ്. അവർക്ക് ഇവിടെ വരുന്നിട്ട് നന്നാകാൻ ഒന്നുമില്ല. ഖുർആൻ ഇറങ്ങിയിട്ട് ആരെ നന്നായത്? മുഹമ്മദ് നബിയോ? പണി നോക്കിയ മനുഷ്യന്മാർ. മുഹമ്മദ് നബി നന്നാകുക ഖുർആൻ ഇറങ്ങിയിട്ട്? കാന യഈഷു കഅന്നഹു യഈഷു ബിൽ ഖുർആൻ ഖബ്ല നുസൂലിൽ ഖുർആൻ. ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പേ ഖുർആൻ അനുസരിച്ച് ജീവിച്ച ആളാണ് മുഹമ്മദ് മുസ്തഫ. എന്തിന്?
അവർ വന്നിട്ട് നന്നായവരല്ല, അവർ ആലമുൽ അർവാഹിൽ നിന്ന് നന്നായി വന്നവരാണ്. അവർക്ക് ഇവിടെ വന്നിട്ട് നന്നാകാനില്ല. അവർ നമ്മളെ പോലെയല്ല. നമ്മൾ വന്നിട്ട് ഇവരെ കണ്ട് നന്നാകണം. അവർ നന്നായിട്ടുണ്ട് വന്നതാണ്. വന്നപ്പോഴേ നല്ലവരാണ്, പിറ്റേന്നും നല്ലവരാണ്, പിറ്റേന്നും എന്നും നല്ലവരെന്നെയാണ്. സുജൂദിലായിട്ടാണ് മുത്തുനബിയെ ഉമ്മ പ്രസവിച്ചിട്ടുള്ളത്. നമുക്ക് സുജൂദ് പഠിക്കണമെങ്കിൽ 4ാം ക്ലാസ്സിലെത്തണം. അപ്പോൾ വന്നിട്ട് നന്നായത് അല്ല, നന്നായിട്ട് വന്നതാണ് മുത്ത് മുഹമ്മദ്. ഉറക്കെ പറ, മുത്ത് മുഹമ്മദ് മുസ്തഫ. തലച്ചോറിൽ വെള്ളമുണ്ടെങ്കിൽ മമ്പാട്ടുകാരാ ചിന്തിച്ചോ, നബിമാര് വന്നിട്ട് നന്നായവർ അല്ല, അവർ നന്നായി വന്നതാണ്. കേട്ടോ, 4ാം നമ്പറുകാരൻ പറഞ്ഞ വാക്ക് ഖുർആനിലുണ്ട്. അപ്പോൾ പിന്നെ 1ാം നമ്പറുകാരന്റെ അവസ്ഥ എന്തായിരിക്കും? 4ാം നമ്പറുകാരൻ സയ്യിദുനാ ഈസ. 4ാം നമ്പറുകാരൻ സയ്യിദുനാ ഈസ എന്ത് പറഞ്ഞു? قال إني عبد الله أعطاني الكتاب وجعلني نبيا وجعلني مباركا أينما كنت وأوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي ولم يجعلني جبارا شقيا والسلام علي يوم ولدت ويوم أموت ويوم أبعث حيا. سيدنا عيسى ജനിച്ച അന്ന് മദ്രസയിൽ പോയിട്ടില്ല, സ്കൂളിൽ പോയിട്ടില്ല, ഒന്നുമില്ല. ജനിച്ച അന്ന് ഖാല പറഞ്ഞു, ഇന്നി അബ്ദുല്ലാഹ്, എനിക്ക് പടച്ചവനെ ഇബാദത്ത് എടുക്കണം. ആതാനിയൽ കിതാബ്, ആ കിതാബ് എൻ്റെ കയ്യിൽ ഉണ്ട്. അല്ലാഹു എനിക്ക് കിതാബ് തന്നിട്ടുണ്ട്. എനിക്ക് അല്ലാഹു കിതാബ് തന്നിട്ടുണ്ട്. തരുന്നല്ല, പാസ്റ്റ് ടെൻസ്. എനിക്ക് കിതാബ് തന്നിട്ടുണ്ട്, തരുന്നല്ല. നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല എന്ന് വേന. അങ്ങനെ ഉണ്ടല്ലോ, എഴുത്തുകാർ എഴുതിയിട്ട് 10 കൊല്ലം ആണെങ്കിൽ 10 കൊന്നിട്ടേ പ്രസിദ്ധീകരിക്കുള്ളൂ. പബ്ലിഷ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ മൈന എഴുതിയിട്ടില്ല എന്നല്ലല്ലോ. നമുക്ക് പറഞ്ഞിട്ട് മനസ്സിലായില്ല. സാധനം എൻ്റെ കയ്യിലുണ്ട്. അതാനിയൽ കിതാബ. ചിന്തിച്ചോ വഹാബി സലഫി, ചിന്തിച്ചോ. നീ പഠിച്ച ഖുർആനല്ല ഈ ഖുർആൻ. മർമ്മം പഠിക്കാതെ ചിന്തിക്കാതെ പരിശുദ്ധ ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്യരുത്. സയ്യിദുനാ ഈസ പറഞ്ഞ 1ാം ദിവസം പറഞ്ഞത്, ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയാ, എന്നെ ഇപ്പോൾ തന്നെ നബിയാക്കിയിട്ടുണ്ട്. നബി ആക്കുന്നല്ല, ഫ്യൂച്ചർ ടെൻസിലല്ല, പാസ്റ്റ് ടെൻസ്. എന്നെ നബിയാക്കിയിട്ടുണ്ട്. സയ്യിദുനാ ഈസ വജഅലനി മുബാറകൻ ഐനമാ കുന്തു, ഞാൻ എവിടെ പോയാലും അവിടെ പിശാചിന്റെ സ്പർശമില്ല. അതാണ് ഇതിന്റെ അർത്ഥം. ഞാൻ പോണോടത്തൊക്കെ ബറക്കത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ബറക്കത്ത് ഇല്ലാതാക്കുന്ന ആളാണ് ആര്? ശൈത്താൻ ഇടപെട്. ഞാൻ ആ ഒരു സ്ഥലത്താണ് എന്നാൽ ആ ഭാഗത്ത് നിന്ന് ശൈത്താനാണ് പായും. വജഅലനി മുബാറകൻ ഐനമാ കുന്തു. ഞാൻ പഠിച്ചു വലിയതാവുന്ന വേണ്ട തന്നെ. സയ്യിദുനാ ഈസ ചിന്തിക്ക്. അപ്പോൾ വളരെ ചിന്തിക്കണം. ഇത് 4ാം നമ്പറുകാരനാ. ദറജയിൽ 4ാം സ്ഥാനത്താണ് സയ്യിദുനാ ഈസ. 1 മുഹമ്മദ് മുസ്തഫ, 2 സയ്യിദുനാ ഇബ്രാഹിം, 3 സയ്യിദുനാ മൂസ, 4 സയ്യിദുനാ ഈസ. 4ാം കാറ്റഗറിയിൽപ്പെട്ട ആളാണ് എന്ത് പറഞ്ഞത്? 4ാം സ്ഥാനത്തുള്ള ആളാണ് എന്ത് പറഞ്ഞത്? ഞാൻ ഇപ്പൊ തന്നെ നന്നായിട്ടുണ്ട്, അപ്പൊ തന്നെ നല്ലോനാണ്. ഇനി നന്നാകാനൊന്നുമില്ല, ഞാൻ അപ്പൊ തന്നെ നല്ലോനാണ്. തല കൊടുത്ത് ചിന്തിക്കണം. അല്ലാഹു നാഫിഅ ഇൽമിനെ തരട്ടെ. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. വലഖദ് ആതൈനാ ഇബ്രാഹീമ റുശ്ദഹു മിൻ ഖബ്ലു വകുന്നാ ബിഹി ആലിമീൻ. വലഖദ് ആതൈനാ ഇബ്രാഹീമ റുശ്ദഹു മിൻ ഖബ്ലു, ഭൂമിയിൽ വരുന്നതിന് മുമ്പ് തന്നെ വിവേകജ്ഞാനം ഇബ്രാഹിമിന് എമ്പാടും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് വിവേകം പഠിച്ചതല്ല സയ്യിദുനാ ഇബ്രാഹിം.
വിവേകത്തോടുകൂടെ ജനിച്ച ആളാണ് സയ്യിദുനാ ഇബ്രാഹിം. ഖുർആൻ അല്ലാഹുവിന്റെ ഇതാണ്. മനുഷ്യന്മാരെ ചിന്തിക്കണം. ഒരു ബുക്ക് വായിച്ചിട്ട് നന്നാകുമെന്ന് വിചാരിക്കണ്ട. മനുഷ്യന്മാരെ നിസ്കരിച്ചിട്ട് നന്നാകുമെന്ന് വിചാരിക്കണ്ട. നന്നായവൻ നിസ്കരിച്ചാൽ കൂലിട്ടും, നന്നായവൻ നോമ്പോറ്റാൽ കൂലിട്ടും, നന്നായവൻ ഹജ്ജ് ചെയ്താൽ കൂലിട്ടും, നന്നാകാത്തവനും ഹജ്ജ് ചെയ്യും. വേഷപ്രച്ഛന്നനായി ഗുരുനാനാക്ക് ഹജ്ജിന് പോയി തിരിച്ചു വന്ന് ഗുരുഗ്രന്ഥ സാഹിബ് എഴുതിയിട്ട് സിഖ് മതം സ്ഥാപിച്ചു. ഹജ്ജിന് പോയിട്ടാണ് തിരിച്ചു വന്നത്. അങ്ങനെയാണ്. വേഷപ്രച്ഛന്നനായി ഗുരുനാനാക്ക് ഹജ്ജിന് പോയി. ലോകത്തെ എല്ലാ ആരാധനാലയങ്ങളിലും പോയിട്ട് ഒരു സങ്കര മതം ഉണ്ടാക്കുകയാണ് ഗുരുനാനാക്ക്. അതാണ് സിഖ് മതം. ഹജ്ജിന് പോയി തിരിച്ചു വന്നു. എന്നിട്ടാണ് ഗുരുഗ്രന്ഥ സാഹിബ് എഴുതിയത്. അതിന്മേലാണ് സിഖ് മതം സ്ഥാപിച്ചത് ഗുരുനാനാക്ക്. ഹജ്ജിന് പോയി വന്നതാണ്. നിങ്ങളെ ചിന്തിക്കണം. ഇതൊക്കെ നല്ലവർ ചെയ്താൽ അവർക്ക് കൂലി കിട്ടും എന്നല്ലാതെ നന്നാകൽ എന്താ? നന്നാകൽ ദുനിയാവിൽ നന്നായി വന്നവരെ കണ്ടെത്തി പിൻപറ്റുക. അതിൽ ഒന്ന് അമ്പിയാക്കളാണ്. എന്നാൽ അമ്പിയാക്കൾ മാത്രമാണോ സിദ്ദീഖീങ്ങളും? ആരാണ് ഈ സിദ്ദീഖ്? സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ നേര് പറയുന്നവൻ എന്നല്ല അതിന്റെ അർത്ഥം. നേര് പറയുന്ന രാമൻ നായർ നമ്മളെ നാട്ടിലുണ്ടെങ്കിൽ സിദ്ദീഖാവും. നീ എന്തെങ്കിലും ഒരു അബദ്ധത്തിൽ ഒരു കളവ് ഒരാൾ പറഞ്ഞതുകൊണ്ട് സിദ്ദീഖ് അല്ലാതെ ആവും? അതുമില്ല. വളരെ ചിന്തിക്കണം. എന്താണ് സിദ്ദീഖ് എന്ന വാക്കിന്റെ അർത്ഥം? ഇവിടെ നോക്കൂ. അല്ലാഹു നമുക്ക് പൊരുത്തം തരട്ടെ. സിദ്ദീഖ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? സിദ്ദീഖ് എന്നാൽ ഇസ്തജ്ജ മഹബ്ബതുഹു ബില്ലാഹി വബിറസൂലിഹി. അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ റസൂലിനോടും ഒരാൾക്ക് ഹുബ്ബ് അധികരിച്ചാൽ അവൻ സിദ്ദീഖാണ്. അതിൽ ഒന്നാം നമ്പറുകാരൻ അബൂബക്കർ ആയതുകൊണ്ട് അബൂബക്കറിന് കിട്ടിയ സ്ഥാനപ്പേരാണ് സിദ്ദീഖ്. അതാണ് ഔലിയാക്കള്. അമ്പിയാക്കൾ, ഔലിയാക്കൾ. അമ്പിയാക്കൾ, ഔലിയാക്കളെ പല പേരുകളിൽ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പേരാണ് സിദ്ദീഖ്. എന്താണ് എൻ്റെ അർത്ഥം? സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ നേര് പറയാന്നല്ല, നേരിനോട് താതാത്മ്യപ്പെട്ടു, നേരിനെ സ്നേഹിച്ചു. നേര് അല്ലാഹുവും അള്ളാഹുവിന്റെ റസൂലുമാണ്, മുത്ത് മുഹമ്മദ് മുസ്തഫ. അങ്ങനെയാണ്. നിങ്ങളെ ചിന്തിക്ക്. സിദ്ദീഖീങ്ങൾ എന്ന് പറഞ്ഞാൽ ഔലിയാക്കൾ. അവരും അല്ലാഹുവിന്റെ അഖ്താബീങ്ങളായ ഔലിയാക്കൾ ഉണ്ടല്ലോ, ആരിഫീങ്ങൾ, അവരെയും പിൻപറ്റണം. അവര് ഭൂമിയിൽ നന്നായി വന്നവരാണ്. ഉദാഹരണം പറയാം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഉദാഹരണം പറയാം. സയ്യിദ്ന അബൂബക്കർ. ഉറക്കെ പറ. സയ്യിദ്ന അബൂബക്കർ ആശ കഅന്നഹു യുഅ്മിനു ബി മുഹമ്മദിൻ വബികിതാബിഹി قبل نزول القرآن وقبل نزول سيدنا جبريل إلى النبي صلى الله عليه وسلم. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുർആൻ ഇറക്കി കിട്ടുന്നതിന് മുമ്പ് തന്നെ ഖുർആൻ അനുസരിച്ച് ജീവിച്ച ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദ്ന സിദ്ദീഖ്. ബഹുമാനപ്പെട്ട SYSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കോഴിക്കോട്ട് ഖാളിയുമായ മുഹമ്മദ് ജമൽ തങ്ങൾ നമ്മുടെ സാസിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മോമിനീങ്ങളെ, തങ്ങൾ ഞാനും കൂടെ ഇന്ന് പിന്നെ SYSന്റെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് നടക്കുന്ന കോഴിക്കോട് സമസ്തയുടെ ഓഫീസിൽ. അവിടുന്ന് പിന്നെ ഞാൻ ഈ ഒരു സംഗതി ഉണ്ടായതുകൊണ്ട് ഇറങ്ങി ഓടിയതാണ്. തങ്ങൾ എൻ്റെ കുറച്ച് കഴിഞ്ഞിട്ടാണ്, യോഗം കഴിഞ്ഞിട്ടാണ് വന്നത്. ഞാൻ പിന്നെ തങ്ങളോട് മെല്ലെ ചെവി പോയി പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ 10 മിനിറ്റ് കൂടി ഇങ്ങനെ ഉടനെ ഇരുന്നു. പിന്നെ ഇത് പറ്റ നാശാവും ചെയ്ത് ഞാൻ അവിടുന്ന് ഇറങ്ങിപ്പഞ്ഞതാണ്. തങ്ങൾ യോഗം കഴിഞ്ഞിട്ടാണ് വന്നത്. തങ്ങൾക്ക് ഇനി വേറെയും സ്ഥലത്ത് പോകാനും ഉണ്ട്, താനും കാണാമ്പുഴ. അതുകൊണ്ട് തങ്ങൾ അല്പം അവിടുത്തെ കാര്യങ്ങൾ പറയും. അതിനുശേഷം എൻ്റെ പ്രസംഗം നടക്കും. അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. നേരിട്ട് സംസാരിക്കില്ല, കുറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് ഈ പറഞ്ഞത് പൂർത്തീകരിച്ച് അവസാനിപ്പിക്കും. ബക്കറ്റ് പിരിവ് വരുന്നുണ്ട്. എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണം എന്ന് വളരെ താഴ്മയായി അപേക്ഷിക്കും.
ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് 4 വിഭാഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്ത് ചെയ്ത ആളുകൾ. അതിലാദ്യത്തെ 2 വിഭാഗവും ആലമുൽ അർവാഹിൽ നിന്ന് എല്ലാവിധ പരിശീലനവും ലഭിച്ചു വന്ന ആളുകളാണ്. പിന്നീടുള്ള 2 വിഭാഗം അവരെ പിൻപറ്റിയിട്ട് നന്നായി തീരേണ്ടവരുമാണ്. അവർക്ക് ഈ ഭൂമിയിൽ നിന്ന് വന്നാകാൻ ഒന്നുമില്ല. അവർ നന്നായി വന്നവരാണ്. അള്ളാഹിന്റെ പ്രത്യേകമായ അഹദിലാണ് അവർ ഈ ഭൂമിയിൽ വന്നിട്ടുള്ളത്. നമ്മെപ്പോലെ അല്ല. നമ്മൾ ഈ ഭൂമിയിൽ വന്നാൽ അള്ളാഹിനെ മറക്കുന്ന അവസ്ഥയാണ് പല ആളുകൾക്കുള്ള. അവർക്ക് അങ്ങനെ മറക്കാൻ പറ്റൂല, അവർ മറക്കൂല. ഇപ്പോൾ അവരെ പിൻപറ്റുക എന്നത് മർമ്മമാണ്. അത് ഞാൻ അമ്പിയാക്കൾ മാത്രമല്ല, സിദ്ദീഖുകളും അങ്ങനെയാണ്. അതിൻ്റെ നേതാവ് ബഹുമാനപ്പെട്ട അബൂബക്കറാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു കള്ള് ജീവിതത്തിൽ കള്ളിന്റെ രുചി സിദ്ദീഖുൽ അക്ബറിന് അറിയില്ല. റളിയല്ലാഹു അൻഹു. കള്ള് ഹറാമാക്കിയിരുന്നു അന്ന് ഇല്ല. ഇങ്ങോട്ട് നോക്ക് ഈ പറയുന്നത് നോക്ക്. എവിടെയാണോ മോട്ടോർ സൈക്കിൾ വെക്കാൻ സൗകര്യമുള്ളത് അവിടെയൊക്കെ പോയി ജുമാ നിസ്കരിക്കുക എന്നാണ് ഇപ്പോൾ പുതിയ ഒരു മമ്പാടൻ രീതി. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല. ഇപ്പം മമ്പാട് പരിഷ്കരിച്ച് ഒക്കെ ഒസാന്റെ കല്ല് പോലെ ആശാകാണ്. തേഞ്ഞ് തീരുക ഓരോ ദിവസവും. എവിടെയാണോ മോട്ടോർ സൈക്കിൾ വെക്കാൻ കെട്ടുക അവിടെയാണ് ജുമാ നിസ്കരിക്കും. ഒക്കെ അങ്ങനെ തന്നെയാണ്. കുറച്ച് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം, കുറച്ച് അണ്ണാക്കിൽ കൈയിട്ട് കാക്കാന്ന് പറയണം. എന്നിട്ട് ആരെ പിന്നിലാണോ ആള് കിട്ടും. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ. നമ്മളവിടെ നിസ്കരിക്കുക, അള്ളാഹാണ് സ്വീകരിക്കുക. നമ്മൾ നിസ്കരിക്കുക, അള്ളാഹ് സ്വീകരിക്കുക. ഒരു തരം കമ്മ്യൂണിസ്റ്റ് നിസ്കാരം. അതായത് നമ്മളിവിടെ നിന്ന് നിസ്കരിച്ചു കൊടുക്കുക, അള്ളാഹ് ഇവിടെ നിന്ന് സ്വീകരിച്ചു തരിക. അല്ലെങ്കിൽ നമ്മൾ സംഘടിക്കും, സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ. അതിന് അതവും മര്യാദ ഒരു ഓട്ടമില്ല, ഒന്നുമില്ല. അതൊക്കെ ഒന്ന് നിർത്തിക്കാളി മനുഷ്യന്മാരെ. അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ് ഹക്കായ പണ്ടാവ്. അതിൻ്റെ ആൺകുട്ടികളാണ് ഇവിടെ ഈ വന്ന് ഇറങ്ങി പോണമൊക്കെ. അവരെ പിന്നാലെ എന്നാലേ അള്ളാഹിൻ്റെ പൊരുത്തം ഉണ്ടാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. മാറ്റമൊക്കെ പിഴച്ചു പോയ കക്ഷികളാണ്. എന്നല്ലെങ്കിൽ നാളെ അവർക്ക് ബോധ്യപ്പെടും. അതൊക്കെ ബോധ്യപ്പെടും. ദുനിയാവും നാളെ ആഖിറവും ബോധ്യപ്പെടും ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും അള്ളാഹു നല്ലതിലേക്ക് തിരിച്ചു വരാൻ തൗഫീഖ് തരട്ടെ. മുഅ്മിനെ ചിന്തിക്കണം. ഒരു ബിംബമുള്ള മുറിയിൽ, ഒരു സ്വനമ വെച്ച ഒരു ബിംബമുള്ള മുറിയിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവേശിച്ചിട്ടില്ല. കുട്ടിക്കാലം മുതൽ ഒരു ബിംബത്തിന് അബൂബക്കർ കുമ്പിട്ടിട്ടില്ല. സിദ്ദീഖുൽ അക്ബർ ഒരു പെൺകുട്ടിയോട് സിദ്ദീഖ് അപമര്യാദയായി പെരുമാറിയിട്ടില്ല. അബൂബക്കർ ഇല്ല. അപ്പോൾ മുഅ്മിനാകുന്നതിന് മുമ്പ് മുഅ്മിനായ ആളാണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് വസ്സുദ്ദീഖീൻ എന്ന് പറഞ്ഞു. സിദ്ദീഖ് തന്നെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ കളിക്കൂട്ടുകാരനാണ് സയ്യിദുനാ സിദ്ദീഖ്. ജിബ്രീൽ വരുന്നതിന് മുമ്പ് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചതിന്റെ അതിന്റെ മറ്റൊരു പകർപ്പ് കാണിച്ച ആളാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. കള്ളിന്റെ രുചി അബൂബക്കറിന് അറിയില്ല. റളിയല്ലാഹു അൻഹു. ദാരിയ പറഞ്ഞെടുത്ത് അത് അവിടുന്ന് കിട്ടിയ വിവരാണ്. അത് അവിടുന്ന് ക്ലിയറായി പോകുന്നതാണ്. ഇത് അബൂബക്കർ മാത്രമല്ല, ഇന്നും അങ്ങനത്തെ ആളുകളുണ്ടാവും, നാളെ ഉണ്ടാവും, ഇനിയും ഉണ്ടാവും. ചരിത്രത്തിൽ എങ്ങനത്തെ ആൺകുട്ടികൾ പിന്നെ ഉണ്ടായിട്ടുണ്ട്. ഹിജ്റ 470 ജീലാനിലെ ഫാത്തിമ ഉമ്മുൽ ഖൈർ എന്ന മഹദി റമളാൻ 1 ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. ആ കുടുംബം ആ കുട്ടിക്ക് അബ്ദുൽ ഖാദിർ എന്ന് പേരിടുകയും ചെയ്തു. റമളാൻ 1 ഹിജ്റ 470 റമളാൻ 1 ഹിജ്റ 470 റമളാൻ 1 മധ്യേഷ്യയിലെ ജീലാൻ പ്രവിശ്യയിൽപ്പെട്ട ഫാത്തിമ ഉമ്മുൽ ഖൈർ മൂസ റഹ്മത്തുള്ളാഹി അലൈഹിമ ഈ 2 ദമ്പതിമാർക്ക് ഒരു കുഞ്ഞ് പിറന്ന് റമളാൻ 1 ഫാത്തിമ ഉമ്മുൽ ഖൈർ ഒരു കുട്ടിയെ പ്രസവിച്ചു. ആ കുട്ടിക്ക് അബ്ദുൽ ഖാദിർ എന്ന് പേരിട്ട് ഹിജ്റ 470 റമളാൻ 1 അത്ഭുതം ശുദ്ധീകരിച്ച കുട്ടിക്കിതാ മുലനെട്ട് റമളാനിന്റെ പകലിൽ വായിൽ വെച്ച് കൊടുത്ത് കുട്ടി കുടിച്ചില്ല.
അജബൻ അജബാ. പലരും വന്ന് പലരും നോക്കി, കൂട്ടിയൊടിച്ചില്ല. ജനങ്ങളെ ഇടത്തലച്ചോറുണ്ടെങ്കിൽ ചിന്തിച്ചു. എല്ലാവരും ഒരുപോലെ. അള്ളാന്റെ ഔലിയാക്കന്മാര് അഖ്താബീങ്ങള് അവര് നന്നായി വന്നവരാണ്, വന്നിട്ട് നന്നായവർ അല്ല. അത് നബിമാര് മാത്രമല്ല, സിദ്ദീഖീങ്ങളും അങ്ങനെയാണ്. ചിന്തിച്ചോ, ഹിജ്റ 470 ഈ സംഭവം. അപ്പോഴത്തിന് മുത്തുനബി വഫാത്തായിട്ട് 460 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. റമളാൻ 1 ഹിജ്റ 470 റമളാൻ 1 മൂസ റളിയല്ലാഹു അൻഹു, ഫാത്തിമ ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹ, ഈ രണ്ട് മഹാന്മാർക്ക് ഒരു കുട്ടി പിറന്നുവല്ലോ. കുട്ടി റമളാൻ 1 ഇതാ കുട്ടി ശുദ്ധീകരിച്ച കുട്ടിയുടെ വായിലേക്ക് മുലനിട്ട് വെച്ച് കൊടുത്ത് കുട്ടി കുടിച്ചില്ല. പലരും പല പണിയും നോക്കി, കുട്ടി കുടിച്ചില്ല. ജനിച്ച അന്നുടനെ മഗ്രിബ് വരെ പലരും ശ്രമിച്ചു, കുട്ടി കുടിച്ചില്ല. മഗ്രിബിന്റെ നേരത്തെ ബാങ്ക് കൊടുക്കുന്നതോടുകൂടെ എല്ലാ ജനങ്ങളും നോമ്പ് തുറന്ന് അപ്പോൾ ഒരു ശ്രമം കൂടി നടത്തി. വായിലേക്ക്, കുഞ്ഞിന്റെ വായിലേക്ക് മുല വെച്ച് കൊടുത്ത് ബീമ്പി കുടിച്ചു. സുബഹ് വരെ കുട്ടി പലതവണ മുല കുടിച്ച് സുബഹയ്ക്ക് ശേഷം പിന്നെയും കുടിച്ചില്ല. ഇതാ ജീലാനിൽ ഈ പൊരയിലേക്ക് ഉറുമ്പ് ചാലിത്തൊഴുകിയതുപോലെ പെണ്ണുങ്ങൾ വന്നു. അത്ഭുത പാലൻ, അത്ഭുത പാലൻ. ഫാത്തിമ ഉമ്മുൽ ഖൈറിന് ഒരു അത്ഭുത പാലൻ പിറന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ ഉറുമ്പ് ചാലിത്തൊഴുകിയതുപോലെ ജീലാനിലെ ഈ ദമ്പതിമാരെ വീട്ടിലേക്ക് വന്ന് അത്ഭുതം, അത്ഭുതം. കുട്ടി മുല കുടിക്കുന്നില്ല. കുട്ടിക്ക് പകലിൽ നോമ്പാണ്. കുട്ടി ജനിച്ച ദിവസങ്ങളെ പറ്റിയാണ് ഈ പറയുന്നത്. റമളാനിൽ ഒരു പകലിലും കുട്ടി മുല കുടിച്ചതേ ഇല്ല. ഫാത്തിമ ഉമ്മുൽ ഖൈറിനെ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു. ആർക്കെങ്കിലും വല്ല വിഷയം ഉണ്ടായാൽ ഫാത്തിമ ഉമ്മുൽ ഖൈറിനെ കൊണ്ട് ദ്വാർപ്പിച്ചാൽ കാര്യം നടക്കും. അത്ര വലിയ മഹദിയായിരുന്നു ഫാത്തിമ ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹ. അക്കൊല്ലം അങ്ങനെ കഴിഞ്ഞ് പിറ്റേത്തെ കൊല്ലം കുട്ടിക്ക് 1 വയസ്സിങ്ങനെ തികയ. ശഅബാൻ മാസം അവസാനം ഒരു പ്രശ്നമുണ്ടായി. അവരുടെ മേലെ ജീലാൻ പ്രവിശ്യയിൽ മേഘം മൂടി. മാനം പ്രത്യക്ഷപ്പെടുന്നില്ല, ചക്രവാളം പ്രത്യക്ഷപ്പെടുന്നില്ല, മേഘം ഇരുണ്ടുകൂടി. റമളാനായോ ആയില്ലേ, മാസം ഉറപ്പിക്കാൻ പറ്റുമോ എന്ന് ഖാദിമാർ പോലും ശങ്കിച്ചു പോയി. ശക്കിന്റെ ദിവസം എന്താണ് എന്ന് തിരിച്ചറിയാതെയായി. ശഅബാൻ 30 റമളാൻ 1 എന്ന് തിരിച്ചറിയാതെയായപ്പോൾ ശക്കിന്റെ ദിവസത്തിൽ സുബഹിയുടെ നേരത്തെ അയൽവാസി പെണ്ണുങ്ങൾ ഈ പൊരയിൽ കയറി വന്ന് ഫാത്തിമ ഉമ്മുൽ ഖൈറിനോട് പറഞ്ഞു, ഫാത്തിമ, ഞങ്ങൾ ശക്ക് തീർക്കാൻ വന്നതാ. മാസം ഉറപ്പിച്ച് കിട്ടിയിട്ടില്ല, ആരും മാസം കണ്ടിട്ടുമില്ല. റമളാനാണോ അല്ലേ എന്ന് അന്വേഷിക്കാൻ വന്നതാ. അപ്പോൾ ഫാത്തിമ ഉമ്മുൽ ഖൈർ പറഞ്ഞു, ഇന്ന് റമളാൻ തന്നെ. അദാനോടുകൂടി ഞാൻ എൻ്റെ കുട്ടിയുടെ വായിലേക്ക്, സുബഹിയുടെ അദാന്റെ നേരത്ത് ഞാൻ എൻ്റെ കുട്ടിയുടെ വായിലേക്ക് മുലനിട്ട് വെച്ച് കൊടുത്ത് കുട്ടി കുടിച്ചില്ല. ഇന്ന് റമളാൻ തന്നെ. അപ്പോൾ മാസം ഉറപ്പിച്ചു കൊടുക്കുകയാണ്. 40, 50, 60, 70 വയസ്സായ ഖാലിമാർ എടുക്കേണ്ട പണിയാണ്. 1 വയസ്സായ കുട്ടി എടുക്കും. അവര് ഖാലിയായി വന്നതാണ്, വന്നിട്ട് ഖാലിയായതല്ല. ഇത് റെക്കോർഡ് ചെയ്യാത്ത താരീഖ് ഇല്ല. ജനങ്ങളെ ചിന്തിക്കണം. മുതലായ റമളാനിൽ 30 നാളിലും മുല കുടിക്കും കാലം മുലയെ തൊടാത്തോവർ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. എല്ലാവരും ഒരുപോലെയല്ല, എല്ലാവരും ഒരുപോലെയല്ല. നമ്മൾ റമളാനായി പോത്തിന്റെ അത്ര വലുപ്പായാലും കള്ളത്തരം കാട്ടും. ജിദ്ദയിൽ ഇങ്ങോട്ട് ഫ്ലൈറ്റിൽ കയറി, റമളാനാണ്, ജിദ്ദയിൽ നിന്ന് ഫ്ലൈറ്റിൽ കയറിയാൽ ഫ്ലൈറ്റിന് കയറുന്നതിനോടുകൂടെ ഫ്ലൈറ്റിൽ എയർപോർട്ടിലെത്തി ആർക്കും ലൈസൻസിൽ തിന്ന പലരും ചമച്ച് ജനങ്ങളെ മുന്നിൽ തിന്നുന്ന റമളാൻ മാസത്തിൽ പകലിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഫ്ലൈറ്റിൽ നിന്നും തിന്നു. എന്താടാ തിന്നണതെന്ന് ചോദിക്കാൻ പറ്റൂല. കാരണം വൈൻ കുന്തും മർള അവ അലാ സഫരിൻ
പിന്നെ യാത്രക്കാരനോ രോഗിക്കോ വേറെ ദിവസം മുമ്പൊറ്റ മതി എന്ന് പറഞ്ഞില്ല മൂല്യരെ. നമ്മളെല്ലാ തഹസീലും കഴിഞ്ഞാലും കള്ളത്തരം കാട്ടും. മറ്റൊരു കള്ളത്തരം കാട്ടാൻ പറ്റില്ല. അവിടുന്ന് അഹദിൽ പോരാണ് അവർ. അള്ളാന്റെ എന്ന ബോധത്തിൽ ഒരു സെക്കൻഡ് ഒഴിവാവൂല. ചിന്തിച്ചോ? അതിനാണ് സിദ്ദീഖീങ്ങൾ എന്ന് പറയുക. പിന്നെ ചിന്തിക്കണം, അവരാണ് സിദ്ദീഖീങ്ങൾ. അവർ അള്ളാന്റെ അഹദിലാണ്. അവര് അള്ളാഹു എന്ന ചിന്തയിൽ നിന്ന് അവർ മാറുകയില്ല. അവർ അള്ളാഹിന്റെ ആളുകളാണ്. അവർക്ക് തീറ്റ വിഷയമല്ല, കുടി വിഷയമല്ല, ഉണും ഉറക്കം മാടൊണ്ണുമേ കൂടാതെ ഒരാണ്ടുകാലം പുറത്ത് നടന്നോവർ. ഒരു കൊല്ലം തിന്നിട്ടില്ല, ഒരു കൊല്ലം കുടിച്ചിട്ടില്ല. ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. എന്തേ? അവർ തിന്നാൻ വന്നവരല്ല. തീറ്റ ഒരു വിഷയമല്ല, കുടി ഒരു വിഷയമല്ല. ഇവിടെ ഉണ്ടായിരുന്നു ഒരു വല്യാപ്പ, ഇവിടെ ഉണ്ടായിരുന്നു തിരുപ്പഞ്ചിയിലുണ്ടായിരുന്നു ഒരു വയസ്സന്. അസറിന്റെ ശേഷം ഒരു ചായയും പുട്ടും കൊണ്ടേ കൊടുക്കും. ചിലപ്പോൾ പുട്ട് വാങ്ങും, ചിലപ്പോൾ വാങ്ങൂല. ചിലപ്പോൾ ആ കാൽച്ചായ വാങ്ങി കുടിക്കും. ചിലപ്പോൾ ആ കാൽച്ചായൻ്റെ അരച്ചായ കുടിച്ചിട്ട് കൊണ്ടുവന്നവന് ബാക്കി അരച്ചായാണ് കൊടുക്കും. അന്ന് ഇനി തീറ്റ അല്ല. ഇങ്ങനത്തെ തീറ്റ നാളെ അസറിന് ശേഷം ഒരു കാൽച്ചായ. ഇത് കൊണ്ടുപോയി കൊടുത്ത ഖാദിമീങ്ങൾ ഇന്ന് ഡസൻ കണക്കിന് ഇന്ന് നമ്മളെ നാട്ടിൽ ജീവിച്ചിരിക്കുന്നത്. ഇല്ല പറഞ്ഞിട്ട് കാര്യം. കണ്ടവരടക്കട്ടെ, കേട്ടോരി പറയട്ടെ എന്ന് പറയാൻ പറ്റില്ല. 24 മണിക്കൂറിനുള്ളിൽ ഒരു കാൽച്ചായ കുടിച്ചാൽ കൊടുക്കും. പിന്നെ പിറ്റേ ദിവസം അരക്കാൽച്ചായ കുടിക്കും. തീറ്റല്ല, കുടിയില്ല, ഒരു പ്രശ്നമില്ല. രാവും പകലും നിസ്കരിക്കും, ഖുർആനോടും ജനങ്ങൾക്ക് വന്ന് പറഞ്ഞു കൊടുക്കും. ഒരു ദിവസം എന്ത് ചെയ്യും? ചിലപ്പോൾ ഒരു കാൽച്ചായ കുടിക്കും, ചിലപ്പോൾ അരക്കാൽച്ചായ കുടിക്കും. അങ്ങനെയുണ്ട്. തൃപ്പനച്ചിയിലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ, തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ. അതാ ഞാൻ പറഞ്ഞത്, ഹിജ്റ 470 മാത്രമല്ല, സിദ്ദീഖുൽ അക്ബർ മാത്രമല്ല, ഇടക്കിടക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതാണ് അല്ലദീന അൻഅംത അലൈഹിം. അവരെ പിൻപറ്റാൻ നമ്മൾ രക്ഷപ്പെടും. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. അവർ അള്ളാന്റെ ആളുകളാണ്, ഒരു പടച്ചോന്റെ ആളുകളാണ്, ഒരു അള്ളാന്റെ അഹദിലാണ്. പിന്നെ ചിന്തിക്കണം, ചിന്തിക്കും. എത്ര ആൺകുട്ടികൾ അങ്ങനെ ഉണ്ടായത്. അവരുടെ ചരിത്രം വളരെ വലുതാണ്. അവർ വലിയ അത്ഭുതത്തിന്റെ ആളുകളാണ്. അവർ അള്ളാന്റെ അഹദിലാണ്. എത്ര 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 ഒരു മനുഷ്യന് 22-3 ഭാര്യമാര്, ഒരു ഏറ്റിൽ 7 ആൺകുട്ടികൾ, ഒന്നിൽ 10, ഒന്നിൽ 5, 22 കുട്ടികൾ. 22 കുട്ടികൾ. നാട്ടിലെ കാര്യം മൊത്തം നടത്തും. എല്ലാം എന്നാ വല്ല വിവരമൊന്നുമുണ്ട്? അത്ര വലിയ വിവരമൊന്നുമില്ല. എല്ലാം വിവരസ്ഥന്മാരുടെ വിവരസ്ഥൻ സയ്യിദ് റഹ്മാൻ ബാഫഖ് തങ്ങൾ. അള്ളാഹുരൊക്കെ ദർജയേറ്റി കൊടുക്കട്ടെ. ഒക്കെ ഇന്നലെ വന്ന മനുഷ്യന്മാരില്ല. അവരൊക്കെ നമ്മൾ വിചാരിച്ച ആളുകളല്ല. അത് നിങ്ങൾ വിചാരിച്ച സാധാരണ കൂട്ടരല്ല, പ്രത്യേക കൂട്ടരാണ്. 1960 സമസ്ത മുഷാവറയിൽ എടുക്കുന്നത് ബാഫഖ് തങ്ങളെ. പക്ഷേ 1953 വാളക്കുളം അബ്ദുൽ ബാരി പ്രസിഡന്റ് റഹ്മത്തുള്ളാഹി അലൈഹി സമസ്തയുടെ പ്രസിഡന്റ് ആയിരിക്കവേ മുദാക്കര പള്ളിയിൽ സമസ്തയുടെ യോഗത്തിൽ അധ്യക്ഷം വഹിച്ചിട്ടുണ്ട്. ആര്? ബാഫഖ് തങ്ങൾ. 53 അധ്യക്ഷം വഹിച്ചിട്ടുണ്ട്. മുഷാവറയിൽ അന്നില്ല, പക്ഷെ മുഷാവറ യോഗത്തിന്റെ അധ്യക്ഷൻ ആരാണ് സദസ്സിലുള്ളത്? ഒന്ന് മഹാനായ വാളക്കുളം അബ്ദുൽ ബാരി, ഒന്ന് ശംസുൽ ഉലമാ കെ അബൂബക്കർ മുസ്ലിയാർ, ഒന്ന് ബഹുമാനപ്പെട്ട മഹാന്മാരായ സിദ്ദീഖീങ്ങൾ കൂട്ടുമല അബൂബക്കർ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട സിദ്ദീഖീങ്ങളായ വലിയ വലിയ ആലിമീങ്ങളായ മനുഷ്യന്മാര്, സ്വാലിഹീങ്ങളായ ആലിമീങ്ങളായ മനുഷ്യന്മാര്, അവർക്ക് ഇത് അധ്യക്ഷത വഹിക്കുകയാണ്. ആര്? കോഴിക്കോട്ടെ ഒരു മനുഷ്യൻ. വലിയ വിവരസ്ഥനാണോ? ഒന്നുമില്ല, അത്യാവശ്യം വിവരമുണ്ട്, ചെറുത്. എന്നാലോ നടക്കാത്തൊരു കാര്യമില്ല. 66-ാമത്തെ വയസ്സിൽ മരിച്ചു പോയപ്പോഴത്തിനും നടക്കാത്ത ഒരു കാര്യമില്ല, ചെയ്യാത്ത ഒരു കാര്യമില്ല. അല്ലാഹു ദറജയേറ്റി കൊടുക്കട്ടെ. അവരും നമ്മളും ഒരുപോലെയല്ല.
പാണക്കാട്ടെ കുട്ടികൾക്കൊരു ബാപ്പുണ്ടായിരുന്നു, പാണക്കാട്ടെ PMS പൂക്കോയ. അതും കുട്ടിയെ അല്ലറീന അൻഅംത അലൈഹിം എന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ആ മനുഷ്യനെ കരുതൽ തടങ്കൽ കാലത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. മുസ്ലിം രാഷ്ട്രീയ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ വെക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. അന്ന് തടങ്കലിൽ വെച്ചു. അന്ന് ജയിലിലുള്ള മുസ്ലിമീങ്ങളൊക്കെ സ്വാലിഹീങ്ങളായി. എന്റെ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം. അന്ന് മനസ്സിലായോ പറഞ്ഞത്? ജയിലിൽ പൂക്കോയ പാപ്പ. അപ്പോൾ അവിടെയുള്ള കള്ളന്മാരൊക്കെ അന്ന് കക്കാൻ കഴിഞ്ഞതും ഭാഗ്യമാണ്. ഞാനിങ്ങനെ ആലോചിക്കും, അന്നത്തെ കള്ളന്മാർ ഭാഗ്യ കള്ളന്മാരാണ്, സാലിഹ്യങ്ങൾ. കാരണം ഇവർ നന്നാകണല്ലോ. അന്നെ വരെ പോലീസ് പിടിക്കണം, അന്നെ വരെ കാക്കണം, അന്നെ പോലീസ് പിടിക്കണം. കാരണം അന്ന് ആര് വരുന്നുണ്ട് ജയിലിലേക്ക്? പൂക്കോയ പാപ്പ. പൂക്കോയനെ കണ്ടവരൊക്കെ നന്നായി. എങ്ങനെ ഉണ്ടത്? അതെങ്ങനെയാണ് മനുഷ്യന്മാർ? എന്തെങ്കിലും വിചാരിച്ച്? ആൺകുട്ടികളിൽ പലരുമുണ്ട്. എത്ര 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 അലുവായി അബൂബക്കർ മുസ്ലിയാർ. ഇവരിന്ന് ഭൂമിയിൽ നിന്ന് ലോഹി നോക്കിയിരുന്ന മഹാൻ അലുവായി അബൂബക്കർ മുസ്ലിയാർ. വലിയ കശ്ഫ് കറാമത്തിന്റെ മഹാനായിരുന്നു അലുവായി അബൂബക്കർ മുസ്ലിയാർ. എന്റെ കുട്ടിക്ക് സുഖമില്ല പാപ്പേ, ഒന്ന് എന്നാണ്. കുട്ടിയുടെ കാര്യമൊക്കെ പിന്നെ പറയാം. അവിടെ വെള്ളം ഇറക്കണം, വെള്ളം കിട്ടുമെന്നാണ്. രാത്രി ഒരു മൂലൊരു കാര്യമാണ്. എൻ്റെ കുട്ടിക്ക് സുഖമില്ല പാപ്പേ, ഇറക്കണം എന്നാണ്. ഈ വയറിന് പോയി വന്നാണ്. അവിടെ വയറുണ്ടായിരുന്നു. അങ്ങനെ ആലുവായിലൊരു വയറിന് പറഞ്ഞയച്ചു. അവിടെ പോയി. ഇയാളെ കയ്യിൽ ആകെയുള്ളതൊരു 10 രൂപയാണ്. ആ വയറും കഴിഞ്ഞ് ഒരു ചോറും വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആ പൈസ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ പിന്നെയും വന്ന് സുബഹി നിസ്കരിച്ചിട്ട് പാപ്പ എൻ്റെ കുട്ടിയുടെ കാര്യം പറയാൻ വേണ്ടി വന്നതായിരുന്നു പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, കുട്ടിയുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമല്ല, ഇന്ന് മുതൽ 6ാമത്തെ മാസം കുട്ടി മരിച്ചു. അള്ളാഹു കുട്ടിയും പാപ്പനെയും ആഖിറത്തിൽ സന്തോഷത്തിൽ ഒരുമിച്ച് വിട്ടടെ. ഏതായാലും ഇവിടെ ഇരുന്നോന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നു. അയാളോട് പറഞ്ഞു, ഇതിന് 10 രൂപ വേണം കൊടുക്കണം. മനസ്സിലായില്ല, കിട്ടിയില്ലേ, ഇനി പോയിക്കോന്ന് പറഞ്ഞു. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. അതായത് 10 രൂപ ഇയാൾക്ക് പോകാനില്ല. ഈ വിവരം പാപ്പാനോടോട്ട് പറഞ്ഞിട്ടുമില്ല. കുട്ടിയുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമല്ല. കുട്ടി ഇന്ന് മുതൽ 6ാമത്തെ മാസത്തിനുള്ളിൽ മരിക്കുന്നാണ് ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ കണ്ടത്. ഇവിടുന്ന് നോക്കന്നെ, നമുക്ക് ഈ മുല്ലവള്ളിന്റെ അപ്പുറത്ത് കാണൂല. അവർക്ക് ഹബീബായ മുഹമ്മദ് മുസ്തഫ ഇവിടുന്ന് പിശാചിനെ ഒഴിവാക്കാൻ കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നാൽ ആകാശത്തിന്റെ നെറുകയിലേക്ക് മനുഷ്യനെ നോക്കാൻ കഴിയുമെന്ന് മുഹമ്മദ് മുസ്തഫ. അവര് ഇവിടെ ഇരുന്നാൽ അങ്ങനെ അവിടെ കാണും. നരകത്തിൽ എൻ്റെ മുരീദാരുമില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ. ഒരു ബേജാറാണ്ട, അങ്ങനെ പറയുമോ? അവർക്ക് അവിടെ നിന്ന് സംസാരിക്കാൻ കഴിയും. അവർക്ക് ഇങ്ങനെ നോക്കിയിട്ട് വർത്താനം പറയാൻ കഴിയും. എന്തിട്ട് മുഅ്മിനല്ലേ? മുഅ്മിൻ ആരാ? മുഅ്മിൻ അല്ലാഹുവിന്റെ മുഖറബാണ്. മുഅ്മിന് നടക്കാത്ത ഒരു കാര്യവുമില്ല. മിമ്പറിൽ ഖുത്ബ ഓടുകയാണ് സയ്യിദ്നാ ഉമർ. അനവധി 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 100 കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറം നഹാവണ്ടിൽ യുദ്ധം ചെയ്യുന്നുണ്ട് മുസ്ലിം പട്ടാളക്കാർ. ആ നേരത്ത് മിമ്പറിൽ ഖുത്ബ ഓടിക്കൊണ്ടിരിക്കുന്ന സയ്യിദ്നാ ഉമർ സരിയാ 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 അൽ ജബൽ അൽ ജബൽ അൽ ജബൽ ഖുത്ബന്റെ ഇടയിൽ എന്ത് പ്രശ്നം? വെള്ളിയാഴ്ച ഖുത്ബ സയ്യിദ്നാ ഉമർ ഒന്ന് ഓർക്ക റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ എന്താ എനിക്ക് ഒരു കുഴഞ്ഞൊരു റളിയല്ലാഹു അൻഹു ഒന്ന് ഓർക്ക പറയട കുട്ടി. എന്റെ വിചാരിച്ചത് നബിയാണോ ഉമർ റളിയല്ലാഹു? അല്ലല്ലോ, നബി അല്ലല്ലോ, വഹയല്ലല്ലോ. എന്താ സംഭവം? 100 കണക്കിന് അപ്പുറത്ത് ഇസ്ലാമിന്റെ പട്ടാളക്കാർ ആ വണ്ടിയിൽ യുദ്ധം ചെയ്തുകൊണ്ട് ഒരു യുദ്ധം കഴിഞ്ഞവർ തിരിച്ചു വരികയാണ്. ഒരു മലഞ്ചെരുവിൽ വിശ്രമിക്കുന്ന നേരമാണ്. അതാ
മറുഭാഗത്തൂടെ ശത്രുക്കൾ ഇവർ ആക്രമിക്കാൻ വരുന്നത് ഈ പട്ടാളക്കാര് കണ്ടിട്ടില്ല. അപ്പോൾ വിളിച്ചു പറയുകയാണ് ആര്? ആ പട്ടാളത്തിന്റെ തലവൻ സാരിയ റളിയല്ലാഹു അൻഹു. മദീന മിമ്പറിൽ വിളിച്ചു പറയാം, സാരിയ സാരിയ സാരിയ. സ്വഹാബികൾ പറയുകയാണ്, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അട്ടഹസിച്ച ശബ്ദം കേട്ട് ഞങ്ങൾ തിരിഞ്ഞു നോക്കി. ശത്രുക്കൾ ഇങ്ങനെ ഒഴുകി വരികയാണ്. ഞങ്ങൾ തയ്യാറെടുത്ത് എടുത്തു ചാടി അവരെ നിഷ്കരുണം ഞങ്ങൾ അവരെ ഓടിച്ചു എന്ന് ആ സ്വഹാബ് റസൂലുള്ളാഹ്. എന്തേ നിങ്ങൾ എന്ത് മറുപടി അറിയാം? അവർക്ക് ദൂരം കണക്കില്ല, അവർക്ക് ആകാശം പ്രശ്നമല്ല, ഭൂമി പ്രശ്നമല്ല, അള്ളാന്റെ ആളുകളാ. അവരാണ് അല്ലദീന അൻഅംത, പറഞ്ഞാളാ അല്ലദീന അൻഅംത അലി, അവരെ പിൻപറ്റാണ് ഖുർആൻ കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഹിദായത്ത് കിട്ടും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അത് തന്നെ, കൂടുതൽ വർത്തമാനം പറയേണ്ട ആവശ്യമില്ല. കാലത്തിൽ പലരും വരും. ഇനി ഇവിടെ ആൺകുട്ടി അത് തീർന്നിട്ടില്ല, ഇനി ഇവിടെ ആൺകുട്ടി വരുന്നുണ്ടല്ലോ. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു, ആ മഹ്ദി ഇമാം റളിയല്ലാഹു അൻഹു ആണ് സലഫികൾ ഉണ്ടാക്കിയ കുഴി തീർക്കുക. മഹ്ദി ഇമാമാണ്. മുസ്ലിം സമുദായത്തെ കുഴിയിൽ ഇറക്കിയത് സലഫികളെ നിങ്ങളാണ്. എടാ കേന്നമകാരാ, മുസ്ലിം സമുദായത്തിന് ഇന്നുള്ള എല്ലാ പ്രശ്നവും ഉണ്ടാക്കിയത് നീയാണ്. ചരിത്രം പഠിച്ചോ, ചരിത്രം പഠിച്ചിട്ടില്ലെങ്കിൽ പഠിച്ചോ. മുസ്ലിം സമുദായം ഇന്ന് ഇത്രയേറെ തകരാൻ കാരണം സലഫികളാണ്. സലഫികൾക്ക് ഒരു തൗഹീദുമില്ല, ശിർക്കുമില്ല. അവരുടെ തൗഹീദും ശിർക്കുമെല്ലാം കേവലം കണ്ണാടി മാളികകൾ പോലെയാണ്. അവരുടെ കാപട്യമാണ്. അവർക്ക് യാതൊരു ശിർക്കിന് വിരോധവുമില്ല. ലോകത്തെ ഏറ്റവും വലിയ ശിർക്കിനോട് ഒരു നൂറ്റാണ്ട് മുമ്പ് സലഫികൾ ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ശിർക്കിന്റെ ആളുകാരെ നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുകയില്ല. AD 1915 ജൂതന്മാരുമായിട്ടും ജൂതനസാറാക്കളുമായി സലഫികൾ ഉടമ്പടി നടത്തിയിട്ടുണ്ട്. AD 1915. എൻ്റെ പേരാണ് റഹ്മത്തുള്ള. ഞാൻ 10-16 കൊല്ലായി ഇവിടെ ഇങ്ങനെ കറങ്ങണ്. പാലിലെ വെണ്ണ പോലെ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും, ചിലപ്പോൾ അവിടെ ഉണ്ടാവും. ഇങ്ങനെ കറങ്ങാണ്. നിങ്ങൾക്ക് ഇന്ന അറിയാം. ഏതോ പറഞ്ഞു വിടുന്ന ആളൊന്നുമല്ല. സലഫികൾക്ക് ഒരു തൗഹീദില്ല, ഒരു ശിർക്കില്ല. എന്ത് തൗഹീദാണ് നിങ്ങൾക്ക്? എന്ത് ശിർക്ക് നിങ്ങൾക്ക്? 1915 ജൂത ക്രൈസ്തവരുമായി വഹാബികൾ ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങളോട് യുദ്ധം ചെയ്യൂല. അതിനുശേഷം AD 1917 ജൂത ക്രൈസ്തവർ എന്ത് ചെയ്തു? യോജിച്ച് ഫലസ്തീനെ വെട്ടിമുറിച്ച് ഇസ്രായേൽ രാഷ്ട്രമുണ്ടാക്കി. ഇന്ന് വരെ ഒരു വാക്കെതിര് പറഞ്ഞിട്ടില്ല, പറയാൻ പറ്റില്ല. അവർക്കൊരു തൗഹീദുള്ള ഒരു ശിർക്കുമില്ല. അവർക്ക് മുസ്ലിമീങ്ങളെ പട്ടത്തിൽ തിരിക്കണം അല്ലാത്തൊരു താല്പര്യമില്ല. ഇല്ല. ജൂതന്മാർ 1915 1915 സലഫികള് ജൂത ക്രൈസ്തവ ഇസ്ലാമിക വിരുദ്ധ ജൂത ക്രൈസ്തവ ഇംപീരിയലിസത്തോട് കരാർ ചെയ്തിരിക്കുന്നു. ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണ്. ഞാൻ വെറുതെ പറയുകയല്ല. അങ്ങനെ വെറുതെ പറയാൻ എനിക്ക് പറ്റും. ഞാൻ ഇവിടെ നിന്ന് പോയത് സംസ്ഥാന SYSന്റെ ജനറൽ സെക്രട്ടറിയാണ്. ഞാൻ അതിൻ്റെ വൈസ് പ്രസിഡന്റാണ്. ഞാൻ വലുപ്പത്തിന് പറയല്ല. ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു കസേരയിലിരിക്കുന്ന ആളാണ്. അങ്ങനെ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റില്ല. AD 1917 ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ബാൾഫർ ഡിക്ലറേഷനിലൂടെ എന്ത് ചെയ്ത്? അവര് ജൂതരാഷ്ട്രം സ്ഥാപിക്കുമെന്നുള്ള ഇതിന്റെ ഡിക്ലറേഷൻ നടത്തി. 1917 ഒരു വാക്ക് എതിര് പറയാൻ സലഫികൾക്ക് കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? 1914, 15, 16, 17 കാലഘട്ടങ്ങളിൽ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഇവർ ബ്രിട്ടനോട് കൂടെ ചേർന്ന് ഇസ്ലാമിക സാമ്രാജ്യത്തെ തകർത്തു തരിപ്പണമാക്കി. മുസ്ലിമീങ്ങൾ ഇങ്ങനെയാകാൻ കാരണം സലഫികളാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ സലഫികൾ മുസ്ലിം ലോകത്തെ വഞ്ചിച്ചു.
ഒന്നാം ലോക മഹായുദ്ധം മുസ്ലിമീങ്ങൾക്കെതിരെയാണ് കാര്യമായി നടന്നത്. ആ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്കെതിരെ യുദ്ധം ചെയ്തവർ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, ചൈന, സലഫികൾ. അങ്ങനെ തുർക്കിയെ നശിപ്പിച്ചു. ലോകത്തെ ഏറ്റവും പ്രബലമായ ഇസ്ലാമിക ഖിലാഫത്ത് തുർക്കിയായിരുന്നു. ഇന്നത്തെ അമേരിക്കയുടെ 100 ഇരട്ടി വലിയ രാജ്യമായിരുന്നു തുർക്കി. ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കിയെ കഷ്ണം കഷ്ണാക്കി തകർത്ത് തരിപ്പണമാക്കിയവരെ നിങ്ങൾക്ക് തൗഹീദ് പറയാൻ എന്തവകാശം? തൗഹീദ് അതിൻ്റെ ബാക്കിയ 1 നൂറ്റാണ്ട് കഴിഞ്ഞു. 1 നൂറ്റാണ്ടിനിടയിൽ അത് കഴിഞ്ഞ് ബാൽഫർ ഡിക്ലറേഷൻ വന്നു 1917. 1917 1915 സലഫികളും ബ്രിട്ടനും തമ്മിൽ കരാറുണ്ടാക്കി. നമ്മൾ ബ്രിട്ടൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക്, ബ്രിട്ടൻ ഏത് കാലത്തും ജൂത ക്രൈസ്തവ ലോബിയുടെ മർക്കസാണ്, ഞങ്ങൾ എതിര് പറയില്ല. കരാർ ഒപ്പുവെച്ചു. 1917 ബ്രിട്ടൻ ബാൽഫർ ഡിക്ലറേഷൻ നടത്തി. എന്താണ് ബാൽഫർ ഡിക്ലറേഷൻ? ജൂതന്മാർക്ക് ഞങ്ങൾ ഫലസ്തീന് വെട്ടിമുറിച്ച് പുതിയ രാഷ്ട്രം കൊടുക്കും. എന്തൊക്കെയാ ചെയ്തത്? ഒരക്ഷരം മുടിയാടിയില്ല. പിന്നെ അതിന്റെ വർക്ക് പ്രോസസ്സിങ്, അങ്ങനെ പല ജാതി വർക്കുകളും നടത്തി. 1948 ജൂതരാഷ്ട്രം വന്നു. കാരണം ആരാ? ഇവർ അല്ലാതെ. ഈ 1 നൂറ്റാണ്ടിനിടയിൽ ഇസ്രായേലിനെതിരെ ഒരു പടപ്പുറപ്പാട് നടത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല, കഴിയില്ല. ഇവർ കരാറുണ്ട്, ഞങ്ങളും നിങ്ങളും തമ്മിൽ എതിരാവില്ല. ചതി, വമ്പൻ ചതി. മുസ്ലിം ലോകത്തെ ചതിച്ചത് സലഫികളെ നിങ്ങളാണ്. നിങ്ങൾക്ക് മാപ്പില്ല. എന്താ കാരണം? പഠിച്ചോ, ചരിത്രം പഠിക്കുക. ഇവിടെ അങ്ങനെ പടത് കറങ്ങിയാൽ പോരാ, പഠിക്കണം. മുസ്ലിം ലോകം എന്ത് അമേരിക്ക മുസ്ലിമീങ്ങൾക്ക്. ഇന്നത്തെ അമേരിക്കയുടെ 100 ഇരട്ടി വലിയ ശക്തിയായിരുന്നു തുർക്കി. അത് നശിപ്പിച്ചത് ഒന്നാം ലോക മഹായുദ്ധമാണ്. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, ചൈന, വഹാബികൾ, ഈ 6 കൂട്ടരാണ് തുർക്കിയെ നശിപ്പിച്ചത്. ഞാൻ വിശദീകരിക്കുന്നില്ല, വേണ്ടി വന്നാൽ പറയാം. എപ്പോഴും ഞാൻ പറയുന്നില്ല. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അതിൻ്റെയൊക്കെ ഫല ഇന്ന് എന്താ ചെയ്യുക? പക്ഷെ ഇതൊക്കെ ഇനി വീണ്ടെടുക്കും. ഇനി നിങ്ങൾ എഴുതി വെച്ചോളൂ, തുർക്കി എന്ന രാഷ്ട്രം ചെറുതായി ഉണ്ട്, അതിപ്പോൾ വീണ്ടും നശിപ്പിക്കും. അതിന് ഇവര് സമുദായത്തിന് വെച്ച ക്ഷതം പരിഹരിക്കാൻ വേണ്ടി വരും ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. മഹ്ദി ഇമാം വന്നാൽ ആദ്യം ചെയ്യുക തുർക്കി വീണ്ടെടുക്കലാണ്. തുർക്കിയെ ഇല്ലാതാക്കിയത് നിങ്ങളാണ്. തുർക്കിയെ വീണ്ടെടുക്കുന്നത് ഇമാം മഹ്ദിയാണ് റളിയല്ലാഹു അൻഹു. ഒക്കെ വരാനായിട്ടുണ്ട്, അടുത്ത് വരും, അടുത്ത് മഹ്ദി വരും റളിയല്ലാഹു അൻഹു. നാളെ വരും, മറ്റന്നാൾ വരും എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ മഹ്ദി വരാനായിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. ഈ മഹ്ദി ഇതേ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. നന്നായി വന്ന ആളാണ്, വന്നിട്ട് വന്ന ആളല്ല, വലിയ ആളാണ്, ഫക്കീർ. പക്ഷേ കൈ ഇങ്ങനെ നീട്ടിയിട്ട് ഇങ്ങനെ കൊടുക്കും, നോട്ടിനെ കെട്ട്. എവിടുന്നാ നോട്ട് വന്നതെന്ന് അറിയില്ല, ഇങ്ങനെ കൊടുക്കും, ഇങ്ങനെ കൊടുക്കും. മഹ്ദി വന്നാലോ മഹ്ദി എല്ലാവരുടെയും സാമ്പത്തിക പ്രശ്നങ്ങളെ പരിഹരിക്കും. ഇതിന് രണ്ടാമത്തെ അർത്ഥം കൂടിയുണ്ട്. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ക്രൈസിസ് എക്കണോമിക്കൽ ക്രൈസിസ് ആണ്. നിങ്ങൾ ഇവിടെ ഉണ്ടോ ആവോ? മനസ്സിലായോ നിങ്ങൾക്ക്? ഇതിന്മേൽ കൂട്ടി വായിക്കാവുന്നതാണത്. മഹ്ദി ഇമാം നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടാവും. മഹ്ദി ഇമാം വന്നാൽ മഹ്ദി ഇമാം ചെയ്യുക, എല്ലാവർക്കും പണം കൊടുക്കും. എന്തുകൊണ്ടാണ് പണം കൊടുക്കേണ്ടി വരുന്നത്? പണമില്ലാത്ത പ്രയാസം ഉണ്ടാവും. 2000-ന് ശേഷം ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം എക്കണോമിക്കൽ ബാലൻസ് തെറ്റിയതാണ്. അതാ ഞാൻ പറഞ്ഞത്, വല്ലാതെ നേരം വൈകാൻ സാധ്യത കുറവാണ്. നാളെ വരുന്നും ഞാൻ പറയണില്ല, പറയാതിരിക്കണമില്ല, പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്നുമില്ല, മറ്റന്നാ വരില്ല എന്നുമില്ല. പക്ഷെ വരും, വരാനായിട്ടുണ്ട്. എന്തിനാ വരുന്നത്?
മുസ്ലിം ലോകത്തിന് സലഫികൾ നഷ്ടപ്പെടുത്തിയ തുർക്കിയെ വീണ്ടെടുക്കാൻ വേണ്ടി വരും ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. ഈ ഇവരെ കുഴിച്ച കുഴി മഹ്ദി ഇമാമിനെ തീർക്കാൻ കഴിയുള്ളൂ. മക്കായിൽ നിന്ന് മഹ്ദി ഇമാം റളിയല്ലാഹു അൻഹു തുർക്കിയിലേക്ക് തുർക്കിയെ വീണ്ടെടുക്കാൻ വേണ്ടി പുറപ്പെടും. തുർക്കിയെ അദ്ദേഹം വീണ്ടെടുക്കാൻ വേണ്ടി പുറപ്പെടുമ്പോൾ റോമക്കാര് തകർന്ന് തരിപ്പണമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ച് ഫമാസിലാഹുഹു, അദ്ദേഹത്തിന്റെ ആയുധം എന്തായിരിക്കും നബിയെ? ഫഖാല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ മുസ്തഫ നബി പറഞ്ഞു മഹ്ദി ഇമാമിന്റെ ആയുധം അത്തസ്ബീഹു വത്തഹ്മീദ് വത്തഹ്ലീൽ വത്തക്ബീർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അതിന്റെ മാന എന്താ? അദ്ദേഹം ഫുൾ ടൈം ദാക്കിറായിരിക്കും. ഫുൾ ടൈം ദാക്കിറായിരിക്കും. അപ്പണിയാണ് ഇപ്പൊ എടുക്കണത്. ഇത് അവിടേക്ക് കുത്തിക്കാൻ കൊണ്ടുപോകാൻ ഞങ്ങള് അവിടെ കുത്തണല്ലോ, ഇടയിൽ വിടാൻ പാടില്ലല്ലോ, അങ്ങോട്ട് കൊണ്ടുപോകാത്. ഇത് ദിക്റാണ്, അതും ദിക്റാണ്. ആ മനുഷ്യൻ മക്കയിൽ നിന്ന് പുറപ്പെടുമ്പോഴത്തിന് യൂറോപ്പ് തകർന്ന് തരിപ്പണമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇതൊക്കെ ഇവിടെ നടക്കാനായിട്ടുണ്ട്. എക്കണോമിക്കൽ ബാലൻസ് തെറ്റിപ്പോയി ലോകത്തിന്. ജനങ്ങളെ അതുകൊണ്ട് സുന്നത്ത് അഹ്ലു സുന്നത്ത് വൽ ജമാഅയുടെ കുഞ്ചിരോമ തൊടണ്ട. തൊട്ടാല് പാർട്ടിയാണ് താഴ്ചക്കും, തൊട്ടാല് കാര്യം കുടുങ്ങും. നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് ചിന്തിച്ചോ, ഈ മുസ്ലിം ലോകം ഇങ്ങനെ തകരാൻ കാരണം സലഫികളാണ്, യാതൊരു സംശയവും വേണ്ട. അത് ഒരു ദിവസത്തെ വയലല്ല, 1000 ദിവസം വയൽ പറയണമെങ്കിലും ഞാൻ അതിന് തയ്യാറാണ്. ഞാൻ പഠിച്ച് നടക്കണം, പഠിക്കാതെ നടക്കല്ല, പഠിച്ച് നടക്കണം. അള്ളാഹു തൗഫീഖ്, അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. അതൊന്നും റഹ്മത്തുള്ള വെറുതെ പറയല്ല. നിങ്ങൾ ചതിച്ചവരാണ് ഈ സമുദായത്തെ. നിങ്ങൾക്ക് എണീറ്റിക്കാൻ അവകാശമില്ല. നിങ്ങൾ തൗഹീദോ, നിങ്ങൾ ശിർക്ക്, ലോകത്തെ ഏറ്റവും വലിയ ശിർക്കുമായി രഹസ്യ ഉടമ്പടി നടത്തിയവരാണ് സലഫികളെ നിങ്ങൾ. എടാ ഇല്ലാന്ന് തെളിയിച്ചാൽ അന്ന് റഹ്മത്തുള്ള പേര് മാറ്റും. ചതി, ബമ്പൻ ചതി. നിങ്ങൾക്ക് തൗഹീദ് പറയാനുള്ള അധികാരം തന്നെയില്ല. അത് സുന്നികൾ സാധുക്കൾ പറയും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ചതി മിനിങ്ങളെ അതൊന്നും ഞാൻ നീട്ടി പറയുന്നില്ല. എന്തവിടെ നമ്മൾ ഇതിലൂടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ മഹാന്മാരായ ബദരീങ്ങളെ പേരുച്ചരിക്കുന്ന എന്തിന്? അത് ഉമ്മത്തിന്റെ ഊർജം. ആരാണ് ബദരീങ്ങളെന്നോ? മുത്തുനബി പറഞ്ഞു അള്ളാഹു ഒരു ജനതക്കാണ് എന്തിനും സ്വാതന്ത്ര്യം നൽകിയത്. അസ്ഹാബുൽ ബദറാണ്. അവർ വല്ലാത്ത ദറജയുള്ളവരാണ്. ബദറിൽ പങ്കെടുത്ത മലക്കുകൾക്ക് പോലും വേറെ ജോലിയില്ല. അവരാകാശത്തൊരു പ്രത്യേക ലോകത്തേക്ക് അള്ളാഹു അവരെ കയറ്റിവിട്ടു. അവർ ഖിയാമത്ത് നാളിലല്ലാതെ ഭൂമിയിൽ ഇറങ്ങുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹ് ബദറിൽ ഇറങ്ങിയ മലക്കുകൾ പോലും സാധാരണ മലക്കുകളല്ല. അവർക്ക് ആകെ ചരിത്രത്തിൽ ഒരു ഡ്യൂട്ടിയുള്ളൂ. ബദറിൽ ഇറങ്ങുക, നബിയെ സഹായിക്കുക, ആകാശത്തേക്ക് വേറെ ഏരിയക്കാണ് പോവുക. ഇനി അവർക്ക് ഡ്യൂട്ടി ഇല്ല. ഇനി അവർ മഹ്ശറിലേക്ക് ഇറങ്ങുക. ആര്? ബദറിൽ പങ്കെടുത്ത മലക്കുകൾ, സാധാരണ മലക്കുകളല്ല. പിന്നെ അങ്ങനെ ബദരീങ്ങൾ എന്ന മനുഷ്യർ സാധാരണ മനുഷ്യരാവുക? ബദറിൽ പങ്കെടുത്ത മലക്കുകൾ സാധാരണ മലക്കുകൾ അല്ല. പഠിച്ചോ മുത്ത് മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചതല്ലേ. ആരൊക്കെയാണ് അവർ? അവർക്ക് യാതൊരു ലക്ഷ്യവുമില്ല. അവർ ജയിക്കാൻ വേണ്ടി പോയതല്ല. അവർ നബിയോടുള്ള മഹബത്ത് കൊണ്ടുപോയത് മുഹമ്മദ് മുസ്തഫ. അവരുടെ ഭാര്യമാരെ ചൂടന്മാരും മുനാഫിക്കുകളും ഒന്ന് കളിയാക്കിയില്ലേ? ബദരീങ്ങൾ ബദറിലേക്ക് പുറപ്പെട്ടതിന് ശേഷം ചൂടന്മാരും കള്ളന്മാരായ മുനാഫിഖീങ്ങളും ബദരീങ്ങളുടെ വീട്ടുമുറ്റത്ത് വന്നിട്ട് നൃത്തം ചവിട്ടിയില്ലേ?
വലിയ വലിയ കൈക്കരുത്തുള്ള ജൂതന്മാരും മുനാഫിഖീങ്ങളും സ്വഹാബികളായ ഉണ്ണ ബദരീങ്ങളുടെ വീട്ടുമുറ്റത്ത് വന്ന് പെണ്ണുങ്ങളെ കൊഞ്ഞനം കുത്തിയിട്ട് ആംഗ്യം കാണിക്കുക. എടീ എന്റെ കൂടെ പോര്, അവൻ ഇനി വരുകയില്ല, അവനെ വെട്ടി നുറുക്കാൻ വേണ്ടി മക്കായിൽ നിന്ന് പട പുറപ്പെട്ടിട്ടുണ്ട്. നിന്നെ പോറ്റാനും നിന്റെ ആഗ്രഹം സാധിപ്പിക്കാനും എനിക്ക് കഴിയും എന്ന് പറഞ്ഞിട്ട് മുറ്റത്ത് വന്ന് നൃത്തം ചവിട്ടിയിട്ടില്ലേ ജൂതന്മാരും മുനാഫിഖീങ്ങളും. പാവപ്പെട്ട പെണ്ണുങ്ങൾക്ക് മിണ്ടാൻ വയ്യ. കാരണം ഭർത്താക്കന്മാര് വരാൻ വേണ്ടി പോയതല്ല, ബിമഹബ്ബത്തി റസൂലില്ലാഹ്. ഇവർക്ക് സ്വർഗം കൊടുക്കാണ്. ആർക്കാണ് അല്ലാഹു സ്വർഗം കൊടുക്കുക? അത് വിചാരിച്ച് കൈക്കരുത്തുള്ള ജൂതന്മാരും മുനാഫിഖീങ്ങളും പോരന്റെ മുറ്റത്താണ് ചാടാ. എന്നിട്ട് പോരടി, എന്നെ നോക്കാനും എന്റെ ആഗ്രഹം തീർക്കാനും എനിക്ക് കഴിയും, എന്റെ മസിൽ നോക്ക്. പാവപ്പെട്ട പെണ്ണുങ്ങൾ പോരയിരുന്ന് കയറിയ കാരണം പുതിയാപ്പിള തിരിച്ചു വരൂല. കാരണം ആയിരക്കണക്കായ പട്ടാളക്കാരിൽ കൊത്തി നിൽക്കാൻ ഒരാൾക്ക് 9,000 എന്ന തോതിൽ വന്നിട്ടുണ്ട്. ഇവർക്ക് ആകുള്ളത് 3 പീച്ചാക്കത്തിയ. പിന്നെ എങ്ങനെ അവർ തിരിച്ചു വരിക? പെണ്ണുങ്ങൾ വാതിലടച്ച് സാക്ഷിച്ചിട്ട് കരഞ്ഞ് ശ്വാസം പോലും പുറത്തുവിടാതെ കരഞ്ഞു. എന്താണ് മനുഷ്യ മനസ്സിലാക്കുന്നത്? അവർക്ക് സ്വർഗം കൊടുത്തില്ലെങ്കിൽ ആർക്കാണല്ലോ കൊടുക്കുക? അതാണ് ഇസ്ലാമിൽ. അത് തന്നെ ബദരീങ്ങൾ അവർക്ക് പ്രത്യേക സ്ഥാനമാണ്. അവർക്ക് കുറ്റം ചെയ്താലും ശിക്ഷയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ പറഞ്ഞില്ലേ. കുറ്റം ചെയ്താലും ശിക്ഷ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ഒറ്റ കൂട്ടരല്ലേ ഇസ്ലാമിലുള്ളൂ. ആര്? ബദരീങ്ങൾ. പോച്ചതളി കുറ്റം ശിക്ഷ ഉണ്ടാവില്ല. ഒന്നും ചെയ്തിട്ടല്ല, അവരൊന്നോട് ചെയ്തിട്ടില്ല, പക്ഷെ അള്ളാഹു ലൈസൻസ് കൊടുത്തു. അങ്ങനത്തെ മനുഷ്യന്മാര്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്കെതിരെ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒന്നോർക്ക റളിയല്ലാഹു അൻഹ എന്ന് പറയും. മനുഷ്യന്മാരെ എന്താണ് ഇരിക്കുന്നത്? മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ദാഹിക്കുന്നവന് പച്ചവെള്ളം എത്ര ഇഷ്ടമാണ് അല്ലാഹുവിന്റെ ഹബീബിന്. ആയിഷ ബീവി വല്ലാത്ത ഇഷ്ടം. പഠിച്ചോനെ, ഉമ്മാന്റെ പേരിൽ ഞങ്ങൾ അഭിമാനിച്ചിട്ടുണ്ട്. അമ്മാന്റെ വർക്കത്തുകൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ അല്ലാഹ്. എന്തൊരു ഉമ്മയാണ്! അല്ലാഹുവിന്റെ റസൂലിന്റെ കരളാണ് മഹദിയായ ആയിഷ. ദാഹിക്കുന്നവന് പച്ചവെള്ളം എത്ര ഇഷ്ടമാണ്, അത്ര ഇഷ്ടമാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവിയെ മുത്ത് റസൂലുള്ളാഹ്. ആയിഷ ബീവിക്കെതിരെ തമ്മാടിത്തരം പറഞ്ഞുണ്ടാക്കി മുനാഫിഖീങ്ങൾ. അള്ളാഹുവിന്റെ ഹബീബ് 1 മാസം മിണ്ടിയില്ല. സൂറത്തുൻ നൂറിൽ ആയിഷ ബീവി കുറ്റവിമുക്തയാണ്, പരിശുദ്ധയാണ് എന്ന് പറഞ്ഞ ആയത്തിറങ്ങിയപ്പോൾ മദീന മിമ്പറിൽ കയറിയിട്ട് ഹബീബായ റസൂലുള്ളാഹ് പറഞ്ഞത്, ആരെടാ നിങ്ങൾ എതിർത്തത്? ആരെപ്പറ്റിയാടാ നിങ്ങൾ തോന്നിയാസം മുനാഫിക്കുകളെ പറഞ്ഞുണ്ടാക്കിയത്? നിങ്ങൾ സഫ്വാനെ പറ്റിയല്ലേ? സഫ്വാനെ പറ്റി പറയുമ്പോ ആലോചിക്കണ്ടേ, ഇന്നഹു മിൻ അഹ്ലി ബദരിൻ. സഫ്വാൻ ബദറിൽ പങ്കെടുത്ത സ്വഹാബിയല്ലേ? പഠിച്ചോങ്ങളെ വെറുതെ വിടോ? ചോദിച്ചില്ലേ മുത്ത് മുഹമ്മദ് മുസ്തഫ? അത് തന്നെയാണ് ആ വഹാബി സുന്നികളും ഈ പറയുന്നത്. അവർ സാധാരണ സ്വഹാബികളല്ല. സഫ്വാനെ പറ്റി ഹബീബായ മുഹമ്മദ് മുസ്തഫ. എടോ മനുഷ്യന്മാരെ, നിങ്ങൾ സഫ്വാനെ പറ്റി ഒരു കുറ്റം പറയുമ്പോ ആലോചിക്കണ്ടേ സഫ്വാൻ ആരാണ്? ഇന്നഹു മിൻ അഹ്ലി ബദരിൻ. അത് ബദറിൽ പങ്കെടുത്ത സ്വഹാബി അല്ലേ? ബദറിൽ പങ്കെടുത്ത ഒരു സ്വഹാബിയെ ആക്ഷേപിക്കുമ്പോ പേടിക്കണ്ടേ? ആണ് ഈമാൻ നഷ്ടപ്പെടുത്തുന്ന പണിയല്ലേ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അതെന്നെ ബദരീങ്ങൾ. ആ വൽപ്പം തന്നെ ദാഹമൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും. നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. കൂടുതലൊന്നും പറയുന്നില്ല, ആർക്കും ഇവിടെ എണീറ്റിക്കാൻ അവകാശമില്ല. ഇവിടെ സിറാത്തല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ഇവിടെ ഒരാൾക്ക് എണീറ്റിക്കാൻ എണീറ്റോട് നിൽക്കൂല. ആരും അങ്ങോട്ട് വിചാരിക്കും വേണ്ട, ആരും വിചാരിക്കേണ്ട. ഇവിടെ ആരും എണീറ്റിക്കില്ല. എന്തുകൊണ്ട്? ഇവിടെ ഓരോരുത്തരും ഒരു നിലക്കല്ലെങ്കിൽ ഒരു നിലക്ക് മുസ്ലിം ഉമ്മത്തിനെ ചതിച്ചവരാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഈ സാധുക്കളായ സിദ്ദീഖീങ്ങളായ സാലിഹീങ്ങൾ
അവരെ പിന്നാലെ വന്ന ജനങ്ങളാണ് കഷ്ടപ്പെട്ട് ഈ ഉമ്മത്തിനെ പോറ്റിയത്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. മരണം വരെ ഇന്ന് ഞാൻ ഇരിക്കുന്ന സദസ്സിൽ ഒരാൾ പ്രസംഗിച്ചു, ബാഫഖ് തങ്ങൾ ഒരു പ്രസംഗത്തിൽ പറഞ്ഞ്, ജനങ്ങളെ സമുദായത്തിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഞങ്ങൾ വെള്ളമില്ലാത്ത കുളത്തിലെ പരൽമീൻ പോലെയാണ് എന്ന് പറഞ്ഞു. അതായത് ഞങ്ങൾ വെള്ളമില്ലാതെ തുള്ളാണ്, മനസ്സിൻ്റെ വേദന. സമുദായത്തിൻ്റെ കാര്യത്തിൽ പൊരിവെയിലത്ത് ഞങ്ങൾ പായാണ്, തുള്ളാണ് എന്ന് പറഞ്ഞു. ചിന്തിക്ക്. ബാഫഖ് തങ്ങളെയും പൂക്കോയ തങ്ങളെയും കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയ കക്ഷി ഒരിക്കൽ താനൂരിൽ പ്രസംഗിച്ചു. അതിന് മറുപടിയാ പറയാന് അക്കാലത്തെ മുസ്ലിം രാഷ്ട്രീയക്കാര് താനൂരിൽ ഒരു സ്റ്റേജ് കെട്ടി. രാഷ്ട്രീയം പറയല്ല, ഒരു ഉദാഹരണം പറയാം. താനൂരിൽ ഒരു സദസ്സിൽ ഒരു പരിപാടി വെച്ചിട്ട് ഒരു എതിർ രാഷ്ട്രീയ കക്ഷി ബാഫഖ് തങ്ങളെയും പൂക്കോയ തങ്ങളെയും മോശമായി ചിത്രീകരിച്ച് പ്രസംഗിച്ചു. അതിന് മറുപടി പറയാൻ മുസ്ലിം രാഷ്ട്രീയക്കാർ ഒരു സ്റ്റേജ് കെട്ടി. 2 തങ്ങന്മാരെയും വിളിച്ചില്ല. ബാഫഖ് തങ്ങളെയും വിളിച്ചില്ല, പൂക്കോയ തങ്ങളെയും വിളിച്ചില്ല. അത് രാഷ്ട്രീയക്കാർ നേതാക്കന്മാർ ഒറ്റക്ക് മറുപടിയാണ് തീരുമാനിച്ചത്. തങ്ങന്മാരെ തീ കിളവെടുത്തേണ്ട, നമുക്ക് മറുപടി അറിയാമെന്ന് പറഞ്ഞ് ബാഫഖ് തങ്ങളെയും പൂക്കോയ തങ്ങളെ ആക്ഷേപിച്ചിന്. അതിന് ഇവരെ കൊണ്ടുവരണ്ട, നമുക്ക് ഒറ്റക്ക് മറുപടി അറിയാമെന്ന് പറഞ്ഞ് സ്റ്റേജ് കെട്ടി. പരിപാടി തുടങ്ങി. എമ്പോഴും ജനക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് ഒരു മനുഷ്യൻ, ഒരു നല്ല കരുകരുത്തുള്ള മനുഷ്യൻ മെല്ലെ മുഖം മൂടിക്കെട്ടി ഇങ്ങനെ വായ ഇങ്ങനെ മൂടിക്കെട്ടി ഒരു മനുഷ്യൻ ഇങ്ങനെ ജനക്കൂട്ടത്തിൽ കൂടെ ഇങ്ങനെ കയറിയിട്ട് പ്രസംഗിക്കാൻ വേണ്ടി നിൽക്കുന്ന സ്റ്റേജിൻ്റെ മൈക്ക് അങ്ങനെ പിടിച്ചെടുത്ത് മുഖം അങ്ങോട്ട് തുറന്ന് നോക്കുമ്പോൾ ബാഫഖ് തങ്ങൾ അപ്പോൾ പറഞ്ഞു, അബ്ദുറഹ്മാനെ ആക്ഷേപിക്കുക, അബ്ദുറഹ്മാന് വിവരമില്ല, അബ്ദുറഹ്മാൻ കോഴിക്കോട്ടായിരിക്കും കച്ചവടക്കാരനാണ്. നിന്റെ പൂക്കോയനെ വിമർശിച്ചാൽ അള്ളാന്റെ അർശ് വറക്കും കേട്ടോ എന്ന് പറഞ്ഞു. എന്റെ പൂക്കോയ കുട്ടിനെ വിമർശിച്ചാൽ അല്ല വിടൂല കേട്ടാ, എന്റെ പൂക്കോയ കുട്ടിനെ വിമർശിച്ചാൽ അള്ളാന്റെ അർശ് വറക്കും കേട്ടോ എന്ന് പറഞ്ഞ് ബാഫഖ് തങ്ങൾ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. അതാണ് പൂക്കോയ. ആ പൂക്കോയ മരിക്കുമ്പോൾ സുന്നി വനസംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റും സമസ്തയുടെ മുഷാവറങ്ങുമാണ്. അതാണ് ഈ മാർഗം സിറാത്തുല്ലദീന അൻഅംത അലൈഹിം എന്ന് നമ്മൾ പറയാൻ കാരണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എങ്ങനെ മനുഷ്യന്മാർ ഇതൊക്കെ മറക്കണത്? അള്ളാഹു അവരെയൊക്കെ പിന്നാലെ പോകാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ആ മനുഷ്യന്മാർ പോയ വഴിയിലാണ് പോകേണ്ടത്. ഇവിടെ സുന്നത്യമായത്തിൽ അഹ്ലുകാർ ഈ മാർഗത്തിലാണ് മുഅ്മിനീങ്ങൾ ജീവിക്കേണ്ടത്. മുത്തഖീങ്ങളുടെ മാർഗ്ഗമാണ്. മുത്തഖീങ്ങൾ മുഅ്മിനീങ്ങളുടെ മാർഗം. പാണക്കാട്ട് ഹൈദർ അലി ശിഹാബിനെ കണ്ടിട്ടില്ലേ? ആ മുഖത്തിൻ്റെ വെളുപ്പ് കണ്ടിട്ടില്ലേ? ഉള്ളന്നെയാണ് പുറം തന്നെയാണ് ഉള്ളത്. നട്ടപ്പാതിരക്ക് 2 മണിക്ക് പോയി ഉറങ്ങിയാൽ കിടന്നാൽ 4 മണിക്ക് എണീറ്റിട്ട് അടുത്ത പള്ളിയിൽ പോയി അവിടെ ഉണ്ടാവും. ഒരുപാട് തവണ ഞാൻ നട്ടപ്പാതിരക്ക് പോയിട്ട് തങ്ങളെ ആവശ്യം നേടിയിട്ടുണ്ട്. തങ്ങളെ എളുപ്പത്തിൽ കാണാനുള്ളൊരു സുഖം. ഒരു 4 മണി 4:30 മണി നേരത്ത് തങ്ങളടുത്ത് പോയാൽ വളരെ അവിടെ പള്ളിയിൽ സൈഫുന്നുണ്ടോ, ഖുർആാനുണ്ടോ. എത്ര ഷുഗർ 240 340 ഒക്കെ ഷുഗർ. എന്നിട്ട് ഉറങ്ങാൻ നേരമില്ല. അതാ ഇന്നത്തെ സുന്നി വനസംഘത്തിൻ്റെ പ്രസിഡന്റ്. അതിന് മുമ്പ് അവരുടെ ഏട്ടൻ ബഹുമാനപ്പെട്ട ഉമർ അലി ശിഹാബ്, അവരുടെ മുമ്പ് അവരുടെ വാപ്പ പൂക്കോയ തങ്ങൾ. മരിക്കുമ്പോൾ പൂക്കോയ തങ്ങൾ സമസ്ത മുഷാവറംഗം. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് സമസ്തയുടെ വൈസ് പ്രസിഡന്റ്. അല്ലാഹു തആല അവർക്കൊക്കെ ദീർഘായുസ്സ് ആഫിയത്ത് കൊടുക്കട്ടെ. മരിച്ചവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ഇതാണ് മുഅ്മിനീങ്ങളുടെ മാർഗം. ഈ ഹൈദർ അലി ശിഹാബ് കേരളത്തിലെ ആയിരക്കണക്കിന് മഹല്ലുകൾക്ക് ഖാളിയാണ്. ഇപ്പോൾ സമസ്തയുടെ പ്രസിഡന്റായി ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, വലിയ മഹാപണ്ഡിതൻ. ഒരു പരിപാടി ഇൻഷാ അല്ലാഹ് അവർക്കൊരു വലിയ സ്വീകരണം നമുക്ക് കൊടുക്കണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അവരും വലിയ പണ്ഡിതൻ, വലിയ കരുത്തുള്ള ആൾ, വലിയ മഹാൻ, വലിയ ഒരു ഫത്വ പറഞ്ഞ പേക്കാത്ത മനുഷ്യൻ, വലിയ പണ്ഡിതൻ, സയ്യിദ്. അവർ വല്യാപ്പമാര് കടലും കടന്ന് ഇസ്ലാമിക പ്രബോധനത്തിന് വന്നതാണ്. ഇവിടെ കച്ചവടത്തിന് വന്നതല്ല, വാസ്കോഡി ഗാമ വന്നതുപോലെ വന്നതല്ല. അവരൊന്നും ഇവിടെ അങ്ങനെ വന്നതല്ല. അവരെ മുഖം കണ്ടവരൊക്കെ നന്നായില്ലേ? കോഴിക്കോട്ട് ഫ്രാൻസിസ് റോട്ടിൽ കിടക്കുന്ന അബുൽ വഫാ ശംസുദ്ദീൻ മുഹമ്മദ് ബിൻ അലാഉദ്ദീൻ റളിയല്ലാഹു അൻഹു പൊന്നാനിയിൽ കപ്പലിറങ്ങിയിട്ട് കോഴിക്കോട്ടേക്ക് നടന്നപ്പോഴത്തിന് ആയിരക്കണക്കിന് ഹിന്ദു കുടുംബം ആ മുഖത്ത് നോക്കി മുസ്ലിമായി. നോക്കിയപ്പോൾ മുസ്ലിമായി. ഇതാ ചരിത്രം. അങ്ങനെ ചരിത്രം. അല്ലദീന ഇദാ ഉകിറല്ലാഹ്, അവരെ കണ്ടാൽ അല്ലാഹുവിനെ ഓർമ്മ വരും. കണ്ടോ
ഉള്ളവരൊക്കെ പാറ്റ പോലെ വന്നു ഈ മതത്തിലേക്ക്. ആശാൻ പോലും പറഞ്ഞില്ലേ, കേരളത്തിങ്കൽ മുസൽമാന്മാർ പശ്ചിമ പരങ്ങളിൽ നിന്നോ വൻകടൽ ചീറും തിരമാലകൾ കടന്നോ ഹിമാലയമേറിയോ വന്നവരേറെയില്ല. കുറഞ്ഞ ആളുകളെ ഇവിടെ വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ ആ വന്നവരെ മഹത്വം കൊണ്ട് പാറ്റ വിളക്കിലേക്ക് ഒഴുകും പോലെ വഴുകിയതാണ്. അത്രയും വലിയ മനുഷ്യന്മാരാണ് അവർ. ഒന്നും അതിന്റെ ബാക്കി കണ്ടില്ലേ? ഒക്കെ അങ്ങനെ തന്നെയല്ലേ? ഒക്കെ നിങ്ങൾ കണ്ടില്ലേ? അവരെ കണ്ടാൽ അല്ലാഹുവിനെ ഓർമ്മ വരും. ഒരു നാവറിനൊരു വർത്താനം പറഞ്ഞ ഖണ്ഡിതമായ വർത്താനമായിട്ട് ഖണ്ഡിതമായ വാക്കിയിരിക്കും. ഒരു മഹലിൽ ഒരു യത്തീംഖാനുണ്ട്. യത്തീംഖാന കമ്മിറ്റിയും മഹലിനെ പറ്റി തമ്മിൽ തെറ്റി ഉണ്ടായി, വലിയ പ്രശ്നമായി. 10 കൊല്ലം മുമ്പ് വലിയ അടിയായി, വലിയ പ്രശ്നമായി, കുത്തി കൊലപാതകം വരെ നടക്കുമെന്നായപ്പോൾ ആ മഹലിന്റെ പരിസരത്ത് എനിക്കൊരു ഖുർആൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ മുക്കം മോയ്മോൻ ഹാജിയും TK പരീക്കുട്ടി ഹാജിയും എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞ് പാണക്കാട്ടെ കൊണ്ടുവരി, നമുക്കതിനൊരു ഫോർമുല ഉണ്ടാക്കിയിട്ട് തങ്ങളോടൊന്ന് പോയി പറയാം. ഇവിടെ ഇപ്പം മനുഷ്യന്മാരെ കൊല്ലുമല്ലോ. മഹല്ല് കമ്മിറ്റി യത്തീംഖാന കമ്മിറ്റി കയറണം, യത്തീംഖാന കമ്മിറ്റിക്ക് മഹല്ല് കമ്മിറ്റിയിലും കയറണം. തമ്മിൽ കൊലപാതകത്തിന് കാത്തു നിൽക്കുക. അതുകൊണ്ട് നമുക്കൊരു ഫോർമുല പറയാം. മഹല്ലിൽപ്പെട്ട മഹല്ല് കമ്മിറ്റിയിൽ നിന്ന് 5 ആളുകളെ യത്തീംഖാന കമ്മിറ്റിക്കും കയറ്റുക, യത്തീംഖാന കമ്മിറ്റിയിൽ നിന്ന് 5 ആളുകളെ മഹല്ല് കമ്മിറ്റിക്കും കയറ്റുക. ഇതൊരു ഫോർമുല പറഞ്ഞാൽ തങ്ങൾ സ്വീകരിക്കും, നിങ്ങളും കൂടി വരുന്നറിയും. അങ്ങനെ പാണക്കാട്ട് പോയി. ഒരു വൈകുന്നേരം തങ്ങളിങ്ങനെ പുരയിൽ ഇരിക്കുകയാണ്. ഒരു വൈകുന്നേരം തങ്ങൾക്കൊന്നും സുഖമില്ല. ഉള്ളിലെ റൂമിൽ അങ്ങനെ ചെന്ന് ഞങ്ങൾ 3 ആളുണ്ട്, അങ്ങനെ അവിടെ ഇരുന്നു. എന്തേന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഇന്ന സ്ഥലത്ത് തങ്ങൾ അറിയാലോ, മഹല്ല് പ്രസിഡന്റ് മഹല്ലിലെ കാളി തങ്ങളാണ്. അപ്പം ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഒരു ഫോർമുല കണ്ടിട്ടുണ്ട്. യത്തീംഖാന കമ്മിറ്റിയിൽ നിന്ന് 5 ആള് മഹല്ല് കമ്മിറ്റിക്കും കയറ്റുക, മഹല്ല് കമ്മിറ്റിയിൽ നിന്ന് 5 ആള് യത്തീംഖാന കമ്മിറ്റിക്കും കയറ്റുക. അപ്പോൾ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കയറ്റണ്ട, മഹല്ല് കമ്മിറ്റി ആയി പോകട്ടെ, യത്തീംഖാന കമ്മിറ്റി ആയി പോട്ടെ. അപ്പോൾ പരീക്കുട്ടി ഹാജിയാണോ മോയ്മോൻ ഹാജിയോ എന്നാണോ എനിക്ക് അറിയില്ല. ആ തങ്ങൾ അങ്ങനെ പറയരുത്, അവിടെ കുത്തിക്കൊല നടക്കുന്നതാണ്, അവിടെ ഒരു രോമത്തോടൂല. അൽ ഫാത്തിഹ. പിന്നെ പറയുമ്പോൾ ഒപ്പില്ല. അൽ ഫാത്തിഹ എന്നാ പറയുക. 10 കൊല്ലം കഴിഞ്ഞു അങ്ങനെ തൊട്ടിട്ടില്ല. ലോ അഖ്സമ അലല്ലാഹി ലഅബറ. അവരൊരു വർത്താനം പറഞ്ഞാൽ അള്ളാഹു അത് വിധിയാണ്, തീരുമാനമാണ്. എന്തേ അവർ അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. കൂടുതൽ വർത്താനം പറയേണ്ട ആവശ്യമില്ല. ഇവിടെ നടപ്പിലാക്കിയ സംഗതിയാണ്, ഇവിടെ കണ്ട യാഥാർത്ഥ്യമാണ്. എന്തേ അള്ളാഹിന്റെ തൗഫീഖുള്ള വർത്താനം ഒരു പറയുള്ളൂ. അത് വർത്താനം പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. ചിന്തിക്ക്. അനസ് ബിൻ നളറിന്റെ പെങ്ങൾ ഒരു മഖ്സൂമിയ പെണ്ണിന്റെ പല്ല് പൊട്ടിച്ചു. അനസ് ബിൻ നളർ എന്ന സ്വഹാബിയുടെ പെങ്ങൾ എന്ന് ഒരു മഖ്സൂമിയ പെണ്ണിന്റെ പല്ല് പൊട്ടിച്ചു. കേസ് റസൂലുള്ളാഹിന്റെ അടുത്തിട്ട് മഖ്സൂമിയ ഗോത്രക്കാർ ഞാൻ അവസാനിപ്പിക്കുകയാണ്. കേസും കൊണ്ടുവന്ന് കേസ് നബി ഫയലിൽ സ്വീകരിച്ച് വിഷയം ശരി പരിശോധിച്ചു, കാര്യം ശരിയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിധി പറഞ്ഞു, അസ്സിന്നു ബിസ്സിന്നി, പല്ലിന് പല്ലാണ്, ഖിസാസ് എടുക്കണം. അനസ് ബിൻ നളറിന്റെ പല്ലും അനസ് ബിൻ നളറിന്റെ പെങ്ങളുടെ പല്ലും കുത്തിപ്പൊട്ടിക്കുക. വിധി പറഞ്ഞു. ഈ വിധി കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ അനസ് നാട്ടിലില്ല. അനസ് ഒരു സൂഫിയായിരുന്നു. നാടോടി അങ്ങനെ പോകും. അനസ് തിരിച്ചെത്തിയപ്പോൾ ആരോ പറഞ്ഞു, റസൂലുള്ളാഹ് അനസേ നിന്റെ പെങ്ങളെ പല്ല് കുത്തിപ്പൊട്ടിക്കാൻ ഖിസാസ് എന്ന നിലയിൽ റസൂലുള്ളാഹ് വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിയുടെ അരികിലേക്ക് പോയിട്ട് അനസ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മുത്തുനബിയെ ലാ തുക്സറു സിന്നുഹാ, നിന്റെ പെങ്ങളെ പല്ല് അങ്ങനെ പൊട്ടിക്കുകയില്ല നബിയേ. ആരോ പറഞ്ഞു, എന്താ റസൂലുള്ളാഹിനോട് പറയണത്? റസൂലുള്ളാഹി അങ്ങനെ കാണിച്ചു, മുണ്ടണ്ട. അനസ് പറഞ്ഞു പോയിക്കോട്ടെ, മുണ്ടണ്ട. അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച നടന്നി. മഖ്സൂമിയ ഗോത്രം ഇത് സമ്മതിച്ചില്ല. പല ചർച്ചയും നടത്തി. അങ്ങോട്ടും ഇങ്ങോട്ടും പല ചർച്ചകളും ഉഭയകക്ഷി ചർച്ചകളൊക്കെ നടന്നു. മഖ്സൂമിയ ഗോത്രം സമ്മതിച്ചില്ല. ഞങ്ങൾക്ക് ഞങ്ങളെ പെങ്ങളെ പല്ല് പൊട്ടിച്ച അവളുടെ പല്ല് പൊട്ടിക്കന്നെ വേണം. അവർ മറ്റേ കൂട്ടർ ഉറച്ചു നിന്നു. അവസാനം വിധി നടപ്പിലാക്കുന്ന ദിവസം വന്നു. അങ്ങനെ പീഠത്തിൽ കയറ്റിയിരുത്തി അതിന് കുത്തിപ്പൊട്ടിക്കേണ്ട പെണ്ണിനെ വരെ, അള്ളാഹുവിന്റെ റസൂൽ ഖിസാസ് എടുക്കേണ്ട പെണ്ണിനെ വരെ നിശ്ചയിച്ചു.
പീഠത്തിൽ കയറ്റി ഇരുത്തിയ നേരത്തെ മഖ്സൂമിയ ഗോത്രക്കാർ ഓടി വന്ന നബിയോട് പറഞ്ഞു, ലാ 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 യാ റസൂലല്ലാഹ് ലാ ലാ തുക്സിർ സിൻഹ, ആ പല്ല് കുത്തിപ്പൊടിക്കണ്ട നബി. അതുകൊണ്ട് ഞങ്ങളെ പെങ്ങളെ പല്ല് ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ പെങ്ങളെ പല്ല് തിരിച്ചു കിട്ടൂലല്ലോ, ഞങ്ങളത് മാപ്പാക്കി. അപ്പോൾ മുസ്തഫ നബി പറഞ്ഞു, ഇത് അനസ് എന്ന സൂഫിയായ സാലിഹായ മനുഷ്യന്റെ വാക്ക് അല്ലാഹു സ്വീകരിച്ചു. നിന്റെ പെങ്ങളെ പല്ല് കുത്താൻ പറ്റൂല, നിന്റെ പെങ്ങളെ പല്ല് കുത്തിപ്പൊട്ടിക്കുകയില്ല എന്ന് അനസ് എന്നോട് പറഞ്ഞത് അല്ലാഹു സ്വീകരിച്ചതാണ്. അല്ലാഹുവിന്റെ ആരിഫായ സൂഫിയാൻ അവരൊരു വാക്ക് പറഞ്ഞാൽ അല്ലാഹു അത് സ്വീകരിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഇത് കരിനാക്കല്ല, വർത്താനാണ്. പടച്ചോൻ തൗഫീഖ് തരട്ടെ. അങ്ങനത്തെ ആൺകുട്ടികൾ ഇവിടെ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആ ആൺകുട്ടികൾ ഉണ്ടാവുമ്പോൾ ഇവിടെ ഒരു വെളിച്ചുണ്ടാവും. ആൺകുട്ടികൾ പോയാൽ പിന്നെ നമ്മൾ പോലത്തെ ഇരുകാലികളുണ്ടാവും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഈ സമുദായത്തിന്റെ നേതൃത്വം അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയാണ്. ആരും ബേജാറാവണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ ഹഖായ ദീനാണ്. അല്ലാഹു അത് ഖിയാമത്ത് നാൾ വരെ ധീരമായി നിലനിർത്തും. സമസ്ത കലമത്തുലമയുടെ പ്രസിഡന്റ് ആര് എന്ന കാര്യത്തിൽ വിഷമം ഇങ്ങനെ ആളുകൾക്ക് തോന്നിയിരുന്നു. ഏറ്റവും കരുത്തനായ ഒരാൾ വന്നില്ലേ, വലിയ നിലപാടുള്ള വലിയ കരുത്തുള്ള മഹാനാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ. അല്ലാഹു തആല ശംസുൽ ഉലമയുടെ നിറഞ്ഞ ശിഷ്യൻ, നീലഞ്ഞ നിലപാട്, പ്രവർത്തകർക്ക് തന്നെ ഒരു ഊർജ്ജസ്വലത വന്നില്ലേ, വലിയ ഉഷാറുള്ള ആള്, ആഫിയത്തുണ്ട്, കരുത്തുണ്ട്, ബോധമുണ്ട്, നിലപാടുണ്ട്. ഒരു സാധാരണ തങ്ങൾ ഞാൻ മനുഷ്യജാലികയിൽ കോഴിക്കോട്ട് ഞാൻ പങ്കെടുത്ത ഒരു പരിപാടി, തങ്ങൾ കോഴിക്കോട്ടെ പരിപാടിയിൽ പങ്കെടുക്കും, അത് ഞാനും ഉണ്ട്. അവിടെ കൂടിയ ഉദ്യോഗസ്ഥന്മാരുടെയും അന്യമതക്കാരുടെ ഇടയിൽ തങ്ങൾ ഒരു ഉദ്ഘാടന പ്രസംഗം നടത്തി. ടി.കെ. കുഞ്ഞാലിക്കുട്ടി പ്രതിപക്ഷ ഉപനേതാവ് ബാക്കിലിരിക്കുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടി എണീറ്റ് നിന്നിട്ട് തങ്ങളെ പ്രസംഗം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇനി ഒന്നും പറയണ്ടില്ല, എല്ലാം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ടു, എങ്ങനെ പടച്ചതമ്പുരാനെ ഈ മനുഷ്യൻ ഇതിങ്ങനെ പറഞ്ഞു. ഒരു വിദ്യാഭ്യാസ വിചക്ഷണ പറയാൻ പറ്റാത്ത വർത്താനം. ആകെ പ്രസംഗിച്ചത് 9 മിനിറ്റ്. അതിൽ പറയാത്ത വർത്താനൊന്നുമില്ല. അതിൽ ഭരണഘടന പറഞ്ഞു, മുസ്ലിങ്ങളെ നിലപാട് പറഞ്ഞു, ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ തമ്മിൽ ചരിത്രം പറഞ്ഞു, ഒക്കെ പറഞ്ഞത് സമസ്തയുടെ കറാമത്താണ്. അള്ളാഹു ഈ കറാമത്തോടെ നിലനിർത്തി തരട്ടെ. അതുകൊണ്ട് സമുദായത്തിന് പിഴക്കൂല, ആരും ബേജാറാണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ റൂട്ടിൽ മുന്നോട്ട് പോവുക. ഇതാണ് അല്ലദീന അൻഅംത അലൈഹിം. അവരെ പിൻപറ്റിയാണ് പോയാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അതിൻ്റെ മാർഗത്തിൽ മുന്നോട്ട് പോകുക. അതിനപ്പുറത്തേക്കൊന്നും വേണ്ടതില്ല. വസ്വാസുള്ള പ്രഭാഷണങ്ങളൊക്കെ ഒഴിവാക്കുക. അത് എന്താണെങ്കിലും വസ്വാസുള്ള പ്രഭാഷണങ്ങൾ സമൂഹത്തിനും പറയുന്ന വ്യക്തിക്ക് ഉപകരിക്കൂല. അത്രമാത്രം ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ. ഒരു സംഘടന നിലപാടുണ്ടാവും, അത് ആ സംഘടന തീരുമാനിക്കും. അതിൽ വേറുള്ളവർ കൈയിട്ട് കളിക്കേണ്ട ആവശ്യമില്ല. പരിധി വിട്ടാൽ ആരെയും വെറുതെ വിടുമെന്ന് ആരോട്ട് വിചാരിക്കും വേണ്ട. നേരായ നിലപാട് പോയാൽ എല്ലാവർക്കും നല്ലതാണ്. കൂടുതൽ വർത്തമാനം പറയേണ്ട ആവശ്യമില്ല. ഒക്കെ നാട്ടുകാർ തന്നെയാണ്. പക്ഷേ പരിധിയിട്ടൊന്നിലും കയറേണ്ടതില്ല. ഒരുത്തർ അതിൻ്റെ വഴിക്ക് പോയിക്കൂടെ, അത് നല്ലതാണ്. ഒരു സംഘടനയ്ക്ക് സംഘടനയുടേതായ തീരുമാനങ്ങളും അഭിപ്രായങ്ങളും ആ വഴിക്ക് ആ റൂട്ടിൽ പോയാൽ മതി. ഇവിടെ ആരെയും ആക്രമിക്കേണ്ട, നേരായ വഴിക്ക് പോകാൻ അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ഇവിടെ മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു വലിയ സുശക്തമായ നേതൃത്വം നൽകിയിട്ടുണ്ട്. കുറേ ആളുകൾ മരിച്ചുപോയി, മരിക്കേണ്ടവർ മരിക്കണമല്ലോ. ആരും ബേജാറാണ്ട. മരിച്ചുപോയിട്ട് ബാക്കിയുള്ളവർ ബേജാറാവണ്ട. പുതിയ ആളുകൾ, ആൺകുട്ടികൾ വന്നുകൊണ്ടേയിരിക്കും. ഈ ഒരു വർക്ക് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. അള്ളാഹു നിലനിർത്തി തരട്ടെ. അല്ലാതെ എല്ലാവരെയും അനാഥമാക്കിയിട്ടൊന്നും അള്ളാഹു തആല ഇവിടെ സമുദായത്തെ വെറുതെ വിടൂല. ആൺകുട്ടികൾ ഇവിടെ വന്നുകൊണ്ടേയിരിക്കും. ആ ആൺകുട്ടികളെ പിൻപറ്റാൻ നമ്മൾ തയ്യാറാൻ മതി. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. അള്ളാഹു സാലിഹ്യങ്ങളിലേക്കും മുത്തഖീങ്ങളിലേക്കും അള്ളാഹു നമ്മളെ ചേർത്ത് തരട്ടെ. ഇവിടെ മജ്‌ലിസുൻ നൂർ നടക്കേണ്ടതുണ്ട്.